ഹലോ സ്റ്റുഡൻസ്. എല്ലാവർക്കും ഗ്രേഡ് 8 കെമിസ്ട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മനോരമ ഹൊറൈസോൺ സ്മാർട്ട് സ്റ്റഡി പ്രോഗ്രാം വഴി ഗ്രേഡ് 8ൻ്റെ നമ്മളിങ്ങനെ ഓരോ ചാപ്റ്റർ ആയിട്ട് ഇങ്ങനെ പഠിച്ചു വരുവാണ്. അപ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ചാപ്റ്ററായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ ഒരു പോർഷൻ, അതായത് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് വാട്ടർ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്, പുതിയൊരു ചാപ്റ്റർ ഉണ്ട്. നമുക്ക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു, ഇനി വാട്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, വാട്ടർ എന്താ മലയാളത്തിൽ പറയാം? നമ്മൾ ജലം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ വാട്ടർ എന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ നമ്മൾ ഈ പഠിക്കുന്ന പോർഷൻ എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. അപ്പൊ നമ്മൾ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം നമ്മൾ ആ കെമിക്കൽ ചേഞ്ചസ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു, മെറ്റൽസ് ഒക്കെ പഠിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഈ പ്രോപ്പർട്ടീസ്, അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ? അപ്പൊ എല്ലാറ്റിനും ഈ രണ്ട് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നു നമ്മൾ കണ്ടു. അപ്പൊ സൊല്യൂഷന്റെ കാര്യത്തിൽ നമ്മൾ ഈ മാറ്റങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി സൊല്യൂഷൻ എങ്ങനെ കോൺസെൻട്രേറ്റഡും ഡയല്യൂട്ടഡും അതും ഇതും പലതരത്തിലുള്ള മിക്സ്ചറും കൊളോയിഡ് അങ്ങനത്തെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോർഷനിൽ ജലത്തിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. എന്താണ് പ്രോപ്പർട്ടീസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും അതിന്റെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്ത് കാര്യമാണോ അതിന്റെ ഉള്ളിലുള്ള മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റിൽ മാറ്റമൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവുന്നത് നമ്മൾ കണ്ടു. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്? അതിന് കെമിക്കലായിട്ട്, അതായത് അതിന്റെ ഉള്ളിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ പുറമെ അതിന്റെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ജലം അല്ലാതാവുന്നുണ്ടോ? ഇല്ല, ജലം അങ്ങനെ തന്നെ വാട്ടർ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്, അതായത് അതിന് മാത്രമായിട്ടുള്ള കുറെ സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വാട്ടർ എന്ന് പറയുമ്പോൾ വാട്ടറിനെ കുറിച്ച് 3 കാര്യങ്ങൾ ഇങ്ങനെ അടിക്കും. സോഴ്സസ്, വാട്ടർ എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടും? എവിടെ നിന്നൊക്കെ കിട്ടും? നമ്മുടെ ഇപ്പം വീട്ടിൽ നമ്മുടെ ഒരു പേഴ്സണലായിട്ട് നമ്മൾ ഓരോരുത്തരും കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ എവിടെ നിന്നൊക്കെ വെള്ളം കിട്ടും? നമ്മൾ പൈപ്പ് നിൽക്കുന്നത് എങ്ങനെ? കിണറ്റിന്നോ കുഴൽ കിണറിന്നോ അല്ലെങ്കിൽ സൊസൈറ്റി പൈപ്പ് വഴിയോ പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മളെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് കിട്ടുന്നു. പക്ഷെ ചില ഇപ്പം വാട്ടറൊന്നും കിട്ടാത്ത ഒരുപാട് ഏരിയസിലൊക്കെ അവരൊക്കെ നടന്ന് ഒരുപാട് ദൂരം പോയിട്ട് എന്താണ് ഈ വേറെ സ്ഥലങ്ങളിൽ പോയിട്ടാണ്, വേറെ ജലാശയങ്ങളിൽ നിന്നോ മറ്റോ വെള്ളം എടുത്തിട്ടാണ് അവർ ഒരുപാട് ദൂരം നടന്നിട്ടൊക്കെ വരുന്നത്. തമിഴ്നാട്ടിലൊക്കെ പല സ്ഥലത്തും ഇപ്പോഴും അതാണ് അവസ്ഥ. ഓക്കെ, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ഈ വെള്ളത്തിന്റെ ക്ഷാമമുള്ള സ്ഥലങ്ങൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ കാണാൻ പറ്റും. നമ്മൾ ഇന്ത്യക്ക് പുറത്തൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും വാട്ടർ എന്ന് വെച്ചാൽ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള സാധനമാണ്. ഒരുപാട് ചൂടിൽ ഇപ്പൊ രാജസ്ഥാൻ പോലത്തെ ഏരിയ ഒക്കെ അവരെ മരുഭൂമിയുടെ അടുപ്പിച്ചിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ വളരെ പരിമിതമാണ്. അവർ അത് വളരെ സൂക്ഷിച്ചിട്ടാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പം വെള്ളത്തിന്റെ സോഴ്സ് പലർക്കും പല തരത്തിലാണ്. അത് ചിലപ്പോൾ അരുവികളും പുഴകളും കായലുകളും കടലും അങ്ങനെ പല രീതിയിലൊക്കെ ജലം കിട്ടും. ചില ആൾക്കാർ ഈ കുഴൽക്കിണറും അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വഴി കിട്ടുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ വെള്ളം ശുദ്ധീകരിച്ച് അടക്ക വെള്ളം ശുദ്ധീകരിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കോളേജിൽ വെള്ളം കിട്ടിയിരുന്നു, നമ്മളിങ്ങനെ കുഴൽക്കിണർ വഴി വെള്ളം കിട്ടുന്നുണ്ടായിരുന്നു. അത് കൂടാതെ നമുക്ക് ഈ ഒരു വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റ് ഉണ്ട്. അങ്ങനെ അഴുക്ക് വെള്ളത്തിൽ നിന്ന് അതിനെ ശുദ്ധീകരിച്ചിട്ടുള്ള വാട്ടർ ആയിരുന്നു, അതായത് ക്ലീൻ ചെയ്തിട്ട് അതിനെ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള വാട്ടർ ആയിരുന്നു നമ്മളൊക്കെ നമ്മുടെ ഹോസ്റ്റലിൽ നമ്മുടെ കുളിക്കാനാണെങ്കിലും അതുപോലെ കുടിക്കാനാണെങ്കിലും മറ്റ് അലക്കൽ അതുപോലെ എല്ലാ പരിപാടിക്കും വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന വെള്ളം അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് എന്താണ് റീസൈക്കിൾ ചെയ്ത് കിട്ടുന്ന വെള്ളമായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വെള്ളത്തിന് അങ്ങനെ പല സോഴ്സസും ഉണ്ട് അല്ലേ? അപ്പം വെള്ളത്തിന് പല സോഴ്സും ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കും? വെള്ളത്തിന്റെ യൂസസ് എന്താണ്? ബേസിക്കലി നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കും അല്ലേ? പിന്നെ കുളിക്കാൻ ഉപയോഗിക്കും, അലക്കാൻ ഉപയോഗിക്കും, മറ്റു പാത്രങ്ങളും മറ്റും കഴുകാൻ ഉപയോഗിക്കും, പിന്നെ ചെടികൾക്കും മറ്റും നനക്കാൻ ഉപയോഗിക്കും അല്ലേ? അതുപോലെ തന്നെ അങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്ടറിന്റെ യൂസ് ഉണ്ട്. ഓക്കെ, പിന്നെ വാട്ടറിന്റെ എന്താണ്, പിന്നെ വാട്ടർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണ്? പിന്നെ വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് വാട്ടറിനെ ബേസ് ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലേ? നമ്മളിപ്പം എന്താണ് വേസ്റ്റ് ഡിസ്പോസലൊക്കെ വാട്ടറിലൊക്കെ കളയുമ്പം അത് വാട്ടറിന്റെ നാച്ചുറൽ ആയിട്ടുള്ള അതിന്റെ കോമ്പോസിഷനെ മാറ്റും അല്ലേ? നമുക്ക് വാട്ടറിൽ എന്താ ഉള്ളത്? വാട്ടറിന്റെ നാച്ചുറൽ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? വാട്ടർ നാച്ചുറൽ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് H2O. അതാണ് നമ്മൾ വാട്ടർ എന്ന് പറയുന്നതിന്റെ മോളിക്കുലർ ഫോം. 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടിയിട്ടുള്ള ഒരു മോളിക്യൂളാണ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ വേസ്റ്റ് പോലത്തെ സാധനങ്ങൾ വാട്ടറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ H2O, അതായത് H2O കൂടെ എന്ത് വരും? പോയിസണസ് കെമിക്കൽസ് ഒക്കെ അതിന്റെ കൂടെ ചേരും. എന്താണ്? പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽസ്. പോയിസണസ് കെമിക്കൽസ് മാത്രമാണോ? അല്ല. നമ്മളിപ്പം ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇടാൻ ഫാക്ടറികളിൽ നിന്നും മറ്റു വരുന്ന വേസ്റ്റ് ആയിക്കോട്ടെ, ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള വേസ്റ്റുകളൊക്കെ ചേർന്നിട്ട് വാട്ടറിൽ H2O മാത്രമല്ല പല പല പോയിസണസ്. നിങ്ങൾ നാട്ടിലൊക്കെ ചിലപ്പം ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ കാണാം ഈ ചെറിയ ചെറിയ തോടുകളും കനാലുകളൊക്കെ മുഴുവൻ അഴുക്ക് കൊണ്ട് നിറഞ്ഞിട്ട് വെള്ളത്തിന്റെ കളർ തന്നെ മാറിയിട്ട് ഒരു കറുത്ത് ഇരണ്ടിട്ട് അഴുക്ക് നിറഞ്ഞ മാലിന്യം നിറഞ്ഞ ജലാശയങ്ങളും ജലസ്രോതസ്സുകളൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതെന്താ കാണിക്കുന്നത്? വെള്ളം പൊല്യൂട്ടഡ് ആവാനും കൂടി സാധ്യത. അപ്പൊ പൊല്യൂട്ടഡ് ആവാതെ നോക്കേണ്ടത് ആരുടെ കടമയാണ്?
നമ്മളെ പോലത്തുള്ള നമ്മുടെ ജനറേഷൻ്റെയും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ സൊസൈറ്റിയുടെ തന്നെ ഡ്യൂട്ടിയാണ് എന്ത് വെള്ളത്തിനധികം പൊല്യൂട്ടഡ് ആവാത്ത രീതിയിൽ സൂക്ഷിക്കുക എന്നുള്ളത്. ഓക്കെ, എനിവേ ആ ഡിസ്കഷൻ ഒന്നും പൊല്യൂട്ടഡ് എങ്ങനെ ആവാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തൊട്ടേ പഠിക്കുന്നുണ്ട്. സോ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ മാത്രമാണ് ഞാൻ ഈ വാട്ടറിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞത്. വാട്ടർ എന്താണെന്നുള്ള ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ വേണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഈ ഒരു സ്ലൈഡ് കഴിയുന്നതിന് മുമ്പേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ വാട്ടറിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു നോട്ട്ബുക്ക് എഴുതുക, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജോ മറ്റോ എടുക്കുക, ഒരു പേപ്പറോ എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, വാട്ടറിനെ പറ്റി നിങ്ങൾക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണം. വെള്ളം നല്ലതാണ്, വെള്ളം ജീവൻ എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളല്ല. ഞാനിതാ 3 കാര്യങ്ങൾ നിങ്ങൾക്ക്, വാട്ടറിന്റെ സോഴ്സസ്, വാട്ടറിന്റെ യൂസസ്, വാട്ടർ എങ്ങനെയൊക്കെ പൊല്യൂട്ടഡ് ആവുന്നു, അതിന്റെ പ്രിവെൻഷൻ. ഓക്കെ, ഇത് നിങ്ങളുടെ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് എന്തിനാണ്, നിങ്ങൾക്ക് വാട്ടറിനെ പറ്റിയിട്ട് ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എഴുതുന്നത് പറഞ്ഞത്. ഇത് ഈ ഒരു ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റി വാട്ടറിനെ പറ്റിയിട്ട് അങ്ങനെ എഴുതുക. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്കാണ്. നിങ്ങൾ പേപ്പറിൽ വെറുതെ എന്ന് വെച്ചാൽ റഫ് ആയിട്ട് അങ്ങ് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കണം വാട്ടർ എവിടെ നിന്ന് കിട്ടും, ഇങ്ങനത്തെ കാര്യങ്ങളാണ് വാട്ടറിനെ പറ്റി നമുക്ക് അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു, നമ്മുടെ വാട്ടറിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടറിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ട് 4 പ്രോപ്പർട്ടീസ് ആണ് ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ബോയിലിംഗ് പോയിന്റ്, ഹീറ്റ് കപ്പാസിറ്റി, ഫ്രീസിംഗ് വാട്ടർ, അതുപോലെ തന്നെ സർഫസ് ടെൻഷൻ. 4 കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഇതിൽ ബോയിലിംഗ് പോയിന്റും ഫ്രീസിംഗും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ആകെ കുറച്ചൊരു കൺഫ്യൂഷൻ തോന്നാൻ സാധ്യതയില്ല, ഹീറ്റ് കപ്പാസിറ്റി എന്താണ്, സർഫസ് ടെൻഷൻ എന്താണ്. ഓക്കെ, അപ്പൊ പേര് കേട്ടിട്ട് ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇതെന്താണെന്ന് ഞാൻ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ ചുറ്റുപാടുള്ള പല കാര്യങ്ങൾക്കും വാട്ടർ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പൊ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ആദ്യം മനസ്സിൽ ഓർമ്മ വരും? വാട്ടർ ബോയിൽ ചെയ്യുന്നത് കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരും, വെള്ളം തിളക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ചിത്രത്തിൽ വേറൊരു ചിത്രമാണ്, ചിത്രം നിങ്ങൾക്ക് അത് ഒരു ബന്ധമുള്ള കാര്യമൊന്നുമല്ല. ബട്ട് എനിവേ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ചിത്രത്തിൽ കാര്യം വെള്ളം വീണ് കഴിഞ്ഞാൽ എന്തായാലും ഞെട്ടും, അത് വേറെ കാര്യം. പക്ഷെ അതിന് പകരം നമ്മൾ ഈ തിളച്ച വെള്ളമൊക്കെ നമ്മുടെ കയ്യിലും മറ്റൊക്കെ ഒന്നുണ്ട് പൊള്ളാനുള്ളൊരു സാധ്യത ഒന്നുണ്ട്. പക്ഷെ അതിനും കൂടുതൽ എന്താണ്, നമുക്ക് ഭയങ്കര ഒരു ഷോക്കായിരിക്കും അല്ലേ? ഒരു തിളച്ചിട്ടുള്ള ഒരു വെള്ളമൊക്കെ നമ്മൾ മേലെ വീഴുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അത്രയ്ക്ക് ചൂടായിരിക്കും അല്ലേ? പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ, നിങ്ങളിപ്പം വെള്ളം എടുക്കുക, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കുക, ഇതൊക്കെ കൂടി ഒന്നിച്ച് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമാണോ അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളാണോ പെട്ടെന്ന് ചൂടാവുക? അതായത് വെള്ളം നമ്മളിപ്പോൾ രണ്ടാളും കൂടി ഇപ്പോൾ ഗ്യാസിന്റെ മുകളിൽ നമ്മൾ 2 സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ നമ്മൾ വാട്ടർ എടുത്തിട്ടുണ്ട്, മറ്റേ പാത്രത്തിൽ നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടാളും നമ്മൾ എന്താ ചെയ്യുന്നു, ഒരുപോലെ ചൂടാക്കുക ചെയ്യുന്നു. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും വീട്ടിൽ ചെയ്യണമെന്ന് പറയില്ല, പക്ഷേ രണ്ടിൽ ഏതിനായിരിക്കും നല്ല ചൂടുണ്ടാവുക? അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഉത്തരം കിട്ടും. എന്താണ് അത്? വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുള്ള പാത്രത്തിലായിരിക്കും, വെളിച്ചെണ്ണക്കായിരിക്കും നല്ല ചൂടല്ലേ അല്ലേ? വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ വെള്ളത്തിനേക്കാളും നന്നായി ചൂടാകുന്നുണ്ട്. അപ്പൊ അതെന്താ കാരണം? വെള്ളം എത്രത്തോളം ബോയിൽ ചെയ്യുന്നു, വെള്ളം ബോയിൽ ചെയ്യുന്ന ഇങ്ങനെ തിളച്ച് തിളച്ച് പൊങ്ങുന്ന കാണാറുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ അങ്ങനെ ആയിക്കഴിഞ്ഞാലും വെള്ളത്തിന്റെ പോലെ ചൂട്, വെള്ളത്തിനേക്കാളും ചൂട് തോന്നുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും? ഓക്കെ, നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും തോന്നില്ല? എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ എനിക്ക് കാണുമ്പോൾ, കാരണം ചെറുപ്പത്തിൽ ഒരു ചെറിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. എനിക്കല്ല, എൻ്റെ അനിയൻ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ അറിയാതെ ആക്സിഡന്റിലായിട്ട് വെളിച്ചെണ്ണ വീണിട്ട് പുള്ളിക്കാരൻ പൊള്ളിയായിരുന്നു. പക്ഷെ വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊരു പൊള്ളുക എന്നുള്ളൊരു പ്രശ്നം നമുക്ക് അത്ര വരാറില്ല. കാരണം പിന്നെ കുറവാണ്, ചെറിയ ചെറിയ പൊള്ളൽ മാത്രം. പക്ഷെ എണ്ണയൊക്കെ, തിളച്ച എണ്ണയൊക്കെ വീണിട്ട് പൊള്ളുക എന്ന് വെച്ചാൽ നല്ല സീരിയസ് ആയിട്ടുള്ള ബേൺ ആണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. സോ അതിനൊക്കെയുള്ള കാരണങ്ങൾ എന്താണ്? ആ സമയത്ത് എനിക്ക് ക്യൂരിയസ് ആയിട്ട് തോന്നിയായിരുന്നു. പക്ഷെ പിന്നെ കാര്യങ്ങൾ മനസ്സിലായപ്പോഴാണ് ഇത് ഇങ്ങനെയാണല്ലേ എന്ന് തോന്നിയത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ എന്താണ്, നമുക്ക് ഏറ്റവും എളുപ്പം എക്സ്പെരിമെന്റ് വഴി പോകുന്നത്. അപ്പൊ എക്സ്പെരിമെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തിളക്കുക എന്ന് പറഞ്ഞ സിറ്റുവേഷൻ നിങ്ങൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ഓർമ്മിച്ച് നോക്കി. നിങ്ങൾ വീട്ടിൽ എപ്പോഴും വെള്ളം തിളക്കുന്നുണ്ട്. ഇപ്പൊ ഈ ചിത്രത്തിൽ കൊടുത്തതുപോലെ ഒരു പാത്രത്തിൽ തിളക്കുന്നതാണ് ഞാൻ ഇവിടെ കൊടുത്തത് അല്ലേ? ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുന്ന, ഒരു ഗ്യാസിൽ വെച്ച് തിളപ്പിക്കുന്നതാണ്. നിങ്ങൾ എവിടെ കണ്ടത്? ചായ ആക്കുമ്പോൾ അല്ലേ? ചായ ആക്കുമ്പോൾ വെള്ളം തിളപ്പിക്കോ? ചായ, കാപ്പി അതുപോലത്തെ സാധനങ്ങളൊക്കെ ആക്കുമ്പോൾ വെള്ളം തിളപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? വെള്ളം പിന്നെ എപ്പോഴൊക്കെ തിളപ്പിക്കുക? നമ്മൾ കറിയും വീട്ടിൽ മറ്റേ കറി പദാർത്ഥങ്ങളും മറ്റുമൊക്കെ ആക്കുമ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? അതുപോലെ ചോറ് വേവിക്കുമ്പോൾ വെള്ളം ഇട്ടിട്ട് തിളപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളക്കുക എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ തിളക്കൽ അങ്ങനെ തന്നെ നിന്നുകൊണ്ടേയിരിക്കും. തിളക്കുന്നതിന്റെ കൂടെ തന്നെ എന്തായിരിക്കും, വെള്ളം ആവിയായിട്ട് പോകുന്നുണ്ടോ അല്ലേ? എന്ന് വെച്ചാൽ ഇവാപ്പറേറ്റ് ചെയ്ത് വാട്ടർ പോകുന്നതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, കൂടുതലായിട്ട് അങ്ങനെ തിളക്കില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തിളക്കുന്നുണ്ടാവും, പക്ഷെ ഒരു പരിധി കൂടുതൽ തിളച്ചിട്ട് പോകുന്നില്ല. പിന്നെ അത് എവാപ്പറേറ്റ് ചെയ്ത് പോകുന്നത് നിങ്ങൾ കാണാറുള്ളത്. അതെന്തുകൊണ്ട് അങ്ങനെ?
ഓക്കെ, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റിയുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചങ്ങിരിക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ശ്രദ്ധിച്ചങ്ങിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കാര്യം ഡിസ്കസ് ചെയ്യുന്നത് ഞാനൊരു ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്യാം. നിങ്ങൾ ഇവിടുത്തെ ഒരു സെറ്റപ്പ് വേണ്ടോ? എന്താ ചെയ്തത്? നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. ഈ താഴെ ഇങ്ങനെ നല്ല കുഴി പോലെ കിടക്കുന്ന ഫ്ലാസ്ക്. നമ്മൾ പല ഫ്ലാസ്കുകൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതായത് ഇങ്ങനെ കിടക്കുന്ന ഒരു ഫ്ലാസ്ക് ഉണ്ട്. ഞാൻ വരച്ച ചിത്രം നോക്കണം. ചിത്രം മഹാലംബ ചിത്രമാണ്. ഓക്കെ, ഇങ്ങനത്തെ വേണ്ട, കുറച്ചുകൂടി വൃത്തിക്ക് വരക്കാം. ഓക്കെ, ഇതുപോലത്തെ ഒരു ഫ്ലാസ്ക്, നിങ്ങൾ ഫണൽ തിരിച്ചു വെച്ച പോലത്തെ ഒരു ഫ്ലാസ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഓക്കെ, ഇതുപോലത്തെ ഒരു ഫ്ലാസ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇതിന് നമ്മൾ പറയും കോണിക്കൽ ഫ്ലാസ്ക്. എന്താണ്? ഒരു കോൺ ഷേപ്പിലുള്ളതാണ് അല്ലേ? ഒരു കോൺ ഷേപ്പിലുള്ള സാധനമാണ് കോണിക്കൽ ഫ്ലാസ്ക്. മറ്റേ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ആണ് നമുക്ക് ഇവിടെ തന്നെ. എന്താണ്? അടി നന്നായി ഇങ്ങനെ കുഴിഞ്ഞിട്ടുള്ള ഒരു ഫ്ലാസ്ക് ആണ് റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. അപ്പൊ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ നമ്മൾ എന്ത് ചെയ്തു? വെള്ളം എടുത്തു. റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ വെള്ളം എടുത്തിട്ട് അതിനെന്ത് ചെയ്തു? ഇതുപോലത്തെ ഒരു സെറ്റപ്പിന് നമ്മൾ പിടിച്ചു വെച്ചു. ഒരു ക്ലാമ്പ് വെച്ചിട്ട് നമ്മൾ അതിനെ ഒരു ബീമിന്റെ സൈഡിലായിട്ട് നമ്മൾ അതിനെ ക്ലാമ്പ് ചെയ്തിട്ട് അടച്ചിട്ട് അങ്ങനെ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? മുകളിലൊരു കോർക്ക് വെച്ച് അടച്ചതിന് ശേഷം അതിനുള്ളിലൂടെ നമ്മൾ ആരെ ഇട്ടു? തെർമോമീറ്റർ നമ്മൾ ഡിപ്പ് ചെയ്തു. എവിടത്തേക്ക്? ആ വാട്ടറിലേക്ക് നമ്മൾ തെർമോമീറ്റർ ഡിപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? താഴെ ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് നമ്മളൊരു ബൻസം ബേണർ ഉപയോഗിച്ചിട്ട് ഹീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? തെർമോമീറ്റർ കണ്ടോ? ചെറിയൊരു ഡിപ്പ് മാത്രമാണ് നമ്മളിപ്പോൾ വാട്ടറിൽ മുക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഹീറ്റ് ചെയ്യുന്നതനുസരിച്ച് തെർമോമീറ്ററിന്റെ വാല്യൂ നമ്മൾ ഓരോ സമയത്ത് മെഷർ ചെയ്തു. അതായത് ഇപ്പൊ തിളപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ 1 മിനിറ്റിന് ശേഷം ടെമ്പറേച്ചർ നോക്കൂ, എത്രയാണ്? ചിലപ്പോൾ നോക്കിയപ്പോൾ കാണാം 30 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ എത്രയായി? ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കി, അപ്പം നോക്കിയപ്പോൾ മനസ്സിലായി എത്രയാണ്? 50 ഡിഗ്രി സെൽഷ്യസ്. ആർബിട്രറി, ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നതാണ്. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ മനസ്സിലായി അത് എത്രയായി? ഒരു 80 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ ഒരു 15 മിനിറ്റ് നോക്കിയപ്പോൾ മനസ്സിലായി അത് 100 ഡിഗ്രി സെൽഷ്യസ്. പിന്നെന്തായി? പിന്നെ ഒരു 25 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ എത്രയാണ് കാണുന്നത്? 100 ഡിഗ്രി സെൽഷ്യസ്. എന്താണ്? 100 ഡിഗ്രി സെൽഷ്യസ് എത്തിയതിന് ശേഷം പിന്നെ ആ ഒരു ടെമ്പറേച്ചറിൽ വേരിയേഷൻ കാണുന്നില്ല. ഓക്കെ, ഇനി ഇതേ എക്സ്പെരിമെന്റ് വേറെ രീതിയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. എന്താ ചെയ്യണ്ടേ? ഇതിപ്പോ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളേ. വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നതിന് പകരം വെള്ളത്തിന്റെ കുറച്ച് മുകളിൽ, വെള്ളത്തോട് തൊടാതെ കുറച്ചുകൂടി മുകളിൽ വെച്ചിട്ട്, അതായത് ഇപ്പം ഇവിടെ ഡിപ്പ് ചെയ്ത് ഏകദേശം ഈ ഒരു പോർഷൻ, ഞാൻ ഇവിടെ റെഡ് മാർക്ക് ചെയ്യുന്നുണ്ടോ? ഈ ഒരു പോർഷനിലൂടെ അടുപ്പിച്ചിട്ട്, ഓക്കെ, അതായത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് ഒരു റൗണ്ട് ആയിട്ട് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ദിസ് മാർക്ക്. ഓക്കെ, ഈ ഒരു റെഡ് പോർഷനിൽ, ആ ഒരു പോർഷനിൽ നമ്മൾ തെർമോമീറ്ററിന്റെ ഡിപ്പ് വെച്ചതിന് ശേഷം എന്നിട്ടും ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. അപ്പൊ ആ സമയത്ത് എന്താ കാണുന്നത് വെച്ചാൽ താഴെ നമ്മൾ കണ്ട 100 ഡിഗ്രി സെൽഷ്യസ് ഇത് അതിലും മുകളിൽ കാണിക്കാൻ തുടങ്ങും. അപ്പൊ ഇതെന്തുകൊണ്ടായിരിക്കും? ഓക്കെ, അപ്പൊ ഇവിടെയാണ് ബോയിലിംഗ് പോയിന്റ് എന്ന കാര്യത്തിന്റെ ഒരു ഡിസ്കഷൻ വരുന്നത്. അപ്പൊ ബോയിലിംഗ് പോയിന്റ് എന്താണ്? ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ലിക്വിഡ് ബോയിൽസ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. അപ്പൊ എന്താണ് ബോയിലിംഗ് പോയിന്റ്? ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് ബോയിലിംഗ് പോയിന്റ്, സിമ്പിൾ ആയിട്ട്. പക്ഷെ അതൊരു പെർട്ടിക്കുലർ നമ്മുടെ സാധാരണ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഏത് ടെമ്പറേച്ചറിലാണോ അത് ബോയിൽ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു സാധാരണ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടൊക്കെ കാണുമ്പോൾ നമുക്ക് ഇവിടെ വലിയ പ്രശ്നമുണ്ടോ? നമ്മൾ ശ്വസിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? ഇതാണ് നോർമൽ ആയിട്ടുള്ള പ്രഷർ. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടാവും. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മൾ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളിലേക്ക് പോലെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറില്ലേ? അതിന് കാരണം എന്താ? അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണ്. പ്രഷർ കുറവാന്ന് വെച്ചാൽ നമുക്കൊരു പർട്ടിക്കുലർ പ്രഷർ ഉണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ചുറ്റുമുള്ള പ്രഷർ ഞാൻ എടുക്കുവാണ്, ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതിനാണ് ATM എന്ന് വെച്ചാൽ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അതിൽ പൈസ കിട്ടുന്ന എനി ടൈം മെഷീൻ ഇല്ല. ഓക്കെ, എനി ടൈം മണി എന്ന് പറയുന്ന പോലെ അതുപോലത്തെ സെറ്റപ്പ് അല്ല. ATM എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ചുരുക്കിയിട്ടാണ് ATM എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അത് പ്രഷറിന്റെ ഒരു യൂണിറ്റ്. അപ്പൊ നമ്മുടെ ചുറ്റുമൊക്കെ 180 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് നമുക്ക് ഉള്ളതെന്ന് വിചാരിക്കും. അപ്പൊ ഈ ഒരു 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള ഓക്സിജൻ ആണ് നമ്മൾ എന്ത് ചെയ്ത് ശ്വസിക്കുന്നത്. പക്ഷെ നമ്മൾ ഉയരത്തോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ല, അത് കുറഞ്ഞിട്ട് ഒരു 0.8 അറ്റ്മോസ്ഫിയറിക് പ്രഷറാവും. അപ്പൊ 0.8 അറ്റ്മോസ്ഫിയർ പ്രഷർ ഓക്സിജൻ എന്ന് വെച്ചാൽ നമുക്ക് മതിയോ? പോരാ. കാരണം എത്ര വേണം? നമുക്ക് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും? നോർമൽ ആയിട്ട് നമുക്ക് ശ്വസിക്കാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ നമുക്കിപ്പോൾ തന്നെ എന്താണ്? 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ ഉണ്ടല്ലോ, അതാണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ്. ഈ 1 അറ്റ്മോസ്ഫിയർക്ക് ഞാൻ ഒരു ആർബിട്രറി നിങ്ങൾക്ക് തന്നതാണ്. ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചറാണ് നമ്മൾ അതിന്റെ എന്ത് പറയുന്നത്? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബോയിലിംഗ് പോയിന്റ് നമുക്ക് എങ്ങനെയൊക്കെ മാറാൻ നമ്മളിപ്പോൾ നോക്കി. ബോയിലിംഗ് പോയിന്റ് എന്താണ്? ഒരു ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ ഇപ്പം വാട്ടർ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായി എന്താണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ്. എന്താണ്? ആ ഒരു ടെമ്പറേച്ചർ എത്തിയപ്പോഴാണ് വാട്ടർ ബോയിൽ ചെയ്യാൻ തുടങ്ങിയത്.
നിങ്ങൾ ഈ ബോയിൽ ചെയ്യാന്ന് പറയുമ്പോൾ ഇവാപ്പറേഷനുമായിട്ട് കൺഫ്യൂസ് ആവരുത് കേട്ടോ. ഇവാപ്പറേഷൻ വേറെ, ബോയിലിംഗ് വേറെ. ബോയിലിംഗ് ചെയ്യുമ്പോൾ ശരിയാണ് ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട്, ബാഷ്പീകരിക്കുന്നുണ്ട്, അതായത് വെള്ളം ആവിയായി പോകുന്നുണ്ട്. പക്ഷെ അതിന് ബോയിൽ ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അല്ലാതെ തന്നെ നോർമലായിട്ട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ വെള്ളം അങ്ങ് ആവിയായി പോകും. 0°C 100°C, അതായത് 0°C to 100°C എവിടെ വെച്ചാലും ഇതെന്ത് ചെയ്യുന്നു, ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് വേറെ കാര്യം. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത് ഇവിടെ? ഇവിടെ എന്താണ്, നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് 100°C എത്തിക്കഴിഞ്ഞാൽ പിന്നെ വാട്ടർ എന്ത് ചെയ്യും, നമ്മൾ എത്ര ചൂടാക്കി കഴിഞ്ഞാലും അതിനപ്പുറത്തേക്ക് ടെമ്പറേച്ചർ കൂടുന്നില്ല. അപ്പൊ നമ്മൾ കൊടുത്ത ചൂടൊക്കെ എങ്ങോട്ട് പോകുന്നു? അവിടെയാണ് നിങ്ങൾ ഈ നീരാവിയുടെ, നമുക്ക് ആലോചിച്ച് നോക്കാം, നമ്മളിപ്പോ പൊള്ളുക എന്ന് പറയുന്നത്, തിളച്ച വെള്ളം കൊണ്ടു കഴിഞ്ഞാൽ അത്ര വലിയ പൊള്ളൽ ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാവും, പക്ഷെ അത് അത്ര ഭയങ്കരമായ പൊള്ളൽ, ഒരുപാട് ചൂടാക്കിയ വെള്ളം എന്ന് പറഞ്ഞാലും വെള്ളത്തിന്റെ ചൂടിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ നീരാവി എന്ന് പറഞ്ഞ സാധനമില്ല, നിങ്ങൾ ഈ ആവി പിടിക്കുക എന്ന് പറഞ്ഞ പരിപാടി ചെയ്തിട്ടുണ്ട്. അതായത് തണുപ്പൊക്കെ, അത് നമുക്ക് ഈ ജലദോഷമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ ആവി പിടിപ്പിച്ചിട്ടുണ്ടാവും. പല ആൾക്കാർ ഈ മൂക്കടപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ആവി പിടിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ചെറിയ ഇങ്ങനെ മൂടി വെച്ചിട്ട്, തുണിയൊക്കെ വെച്ച് മൂടിയിട്ട് നമ്മൾ ആവി വലിച്ചു കയറ്റിയിട്ട് നമ്മളെ മൂക്കിലുള്ള ആ ഒരു തടസ്സങ്ങളൊക്കെ ഒഴിവാക്കുന്ന ഒരു പരിപാടി ആവി പിടിക്കുക എന്ന് പറയും. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ നല്ലോണം ചൂടാക്കിയ വെള്ളം, അതായത് നന്നായി ബോയിൽ ചെയ്തിട്ട് തിളപ്പിച്ച വെള്ളം, അത് അവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നിങ്ങൾ വേണമെങ്കിൽ തൊട്ട് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ചൂട് നോക്കാം. പക്ഷേ നിങ്ങൾ ആ മൂക്കിനെ അടുപ്പിച്ചിട്ട് ആ നീരാവി ആവി അടിച്ച് കയറുമ്പോൾ നിങ്ങൾക്ക് ആ ചൂട് ഫീൽ ചെയ്തിട്ടുണ്ടോ? കണ്ണൊക്കെ പൊള്ളുന്നത് പോലെ വല്ലാത്തൊരു ചൂടാണ്. അപ്പൊ അതിലെന്താ കാണിക്കുന്നത്? അപ്പം അത് കാണിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ഹീറ്റ് ചെയ്യും 100°C മുകളിൽ നമ്മൾ ഹീറ്റ് ചെയ്യും. അപ്പൊ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ എക്സ്ട്രാ വരുന്ന ഹീറ്റല്ലോ 100°C എത്തിക്കഴിഞ്ഞാൽ വാട്ടർ എന്ത് ചെയ്യും? വാട്ടർ വേപ്പറായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിസിക്കൽ ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത കാര്യം, ഫിസിക്കൽ ചേഞ്ച്. അപ്പൊ 100°C എത്തിക്കഴിഞ്ഞാൽ ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ ആണ്, നമ്മുടെ ജലം, വെള്ളം അവിടെ ഉണ്ടല്ലോ, അത് ഹീറ്റ് ചെയ്യുമ്പോൾ അത് മെല്ലെ മെല്ലെ നീരാവിയായിട്ട് പോകുന്നുണ്ടാവും. അപ്പൊ ഈ ഹീറ്റ് എന്ത് ചെയ്യും? നീരാവി ആവാൻ വേണ്ടി ഉപയോഗിക്കും. 100°C എടുത്തു കഴിഞ്ഞാൽ എന്തായി? വാട്ടർ ബോയിലിംഗ് സ്റ്റേജ് ആയി. അതിനപ്പുറത്തേക്ക് പിന്നെ വാട്ടറിന് വലിയ ഹീറ്റ് ചെയ്യാനൊന്നുമില്ല. പിന്നെ ആ ഹീറ്റൊക്കെ വാട്ടർ എന്ത് ചെയ്യും? അത് നീരാവി ആവാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പൊ ഈ എക്സ്ട്രാ ഹീറ്റൊക്കെ എങ്ങോട്ടാ മക്കളെ പോവാ? നീരാവി ആവാൻ വേണ്ടിയാണ് ഹീറ്റ് ഉപയോഗിച്ചത്. അപ്പൊ ആ എക്സ്ട്രാ ഹീറ്റൊക്കെ എങ്ങോട്ട് പോകും? ശരി, അതെങ്ങോട്ട് പോകും? അതാ വേപ്പറിന്റെ കൂടെ ഉണ്ടാവും. ആ വേപ്പർ മോയ്സ്ചർ, അത് നമ്മൾ എന്ത് പറയും? നമ്മൾ നീരാവി എന്ന് പറയില്ലേ? അപ്പൊ ആ എക്സ്ട്രാ ഹീറ്റ് മൊത്തം നീരാവിയുടെ അടുത്താണല്ലോ. അപ്പൊ നീരാവിയാണോ കൂടുതൽ പൊള്ളുക, അല്ലെങ്കിൽ വെള്ളമാണോ പൊള്ളുക? ഡെഫിനറ്റ്ലി നീരാവിയാണോ ഉള്ളൂ. കാരണം എന്താണ്? നമ്മൾ ചൂടാക്കി എക്സ്ട്രാ ഹീറ്റ് മൊത്തം ആരുടെ അടുത്തല്ല? നീരാവി. വാ മോനെ വാ എന്ന് പറഞ്ഞിട്ട് അതെന്ത് ചെയ്യും? ആ ഹീറ്റ് മൊത്തം അവിടെ എടുത്ത് വെക്കുന്നുണ്ടാവും. മനസ്സിലായോ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നീരാവി നന്നായി പൊള്ളുന്നു പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി ഇതാ നിങ്ങൾക്ക് ഒരു ചോദ്യം. നമ്മളിങ്ങനെ ഹീറ്റ് ചെയ്യുന്ന, നമ്മൾ പറഞ്ഞു 100°C ഹീറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട്, എന്താണ്, കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ ചൂടാക്കി. അപ്പൊ ഉപ്പിട്ടിട്ട് ചൂടാക്കുമ്പോൾ ചോദ്യം ഇതാണ്, 100°C തന്നെ അത് ബോയിൽ ചെയ്യുമോ ഇല്ലയോ? നോക്കിയേ, 100°C, അതായത് സാധാരണ നിങ്ങളിപ്പം വെള്ളം തിളപ്പിക്കുക, ഗ്യാസിൽ ഓൺ ആക്കി ഒരു ഫുൾ ഹീറ്റിൽ നമ്മൾ, അതായത് ഫുൾ ആയിട്ട് എന്തായാലും തീ കൊടുത്തിട്ട് നമ്മൾ ഫുൾ ആയിട്ട് ഹീറ്റ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും? ഒരു 5 മിനിറ്റ് കൊണ്ട് എന്താണ്, വെള്ളം തിളച്ചു എന്ന് വെക്കും. വെള്ളം തിളപ്പിച്ചു, 5 മിനിറ്റ് കൊണ്ട് വെള്ളം തിളച്ചു. പക്ഷെ ഉപ്പിട്ട് കഴിഞ്ഞ ശേഷം 5 മിനിറ്റ് കൊണ്ട് വെള്ളം തിളക്കില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വീട്ടിലെ കറി പരിപാടികളൊക്കെ പെട്ടെന്ന് ആവണ്ട. പക്ഷെ അങ്ങനെ ആവാറുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഒരു സോൾട്ടോ അല്ലെങ്കിൽ അങ്ങനെ എക്സ്ട്രാ എന്തെങ്കിലും സാധനം നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുമെന്ന് വെച്ചാൽ, വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. ബോയിലിംഗ് പോയിന്റ് ഞാൻ BP എന്ന് സൂക്ഷിപ്പിക്കാം. ബോയിലിംഗ് പോയിന്റ് എന്താവും? ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ നമ്മൾ എന്ത് സാധനം വാട്ടറിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അത് എന്ത് ചെയ്യും? അത് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അതായത് 100°C ആക്കി ചിലപ്പോൾ 110 ആവാം, 125 ആവാം. അങ്ങനെ എന്ത് സാധനം സോൾട്ടൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഒരു സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് കൂടും. കാരണം എന്താണ്? നിങ്ങൾ ആലോചിച്ചാൽ മതി, നമുക്ക് വാട്ടർ, അതായത് H2O എന്ന് പറഞ്ഞ സാധനം ഉള്ളതിന്റെ ബോയിലിംഗ് പോയിന്റ് നമുക്കറിയാം 100°C. നമ്മൾ സോൾട്ട് എന്താണ്? നമ്മൾ മുന്നേക്കെ ഡിസ്കസ് ചെയ്ത്, ഒരുപാട് ഡിസ്കസ് ചെയ്ത്, നമ്മൾ കോമൺ ഉപ്പ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഉപ്പ് എന്ന് പറഞ്ഞാൽ NaCl ആണ്. NaCl + H2 ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ H2 100 അപ്പൊ NaCl ഒരു ടെമ്പറേച്ചർ ഉണ്ടാവുമല്ലോ. ഇനി NaCl വാട്ടറും കൂടി മിക്സ് ആയിട്ട് നമുക്ക് NaCl സൊല്യൂഷൻ ഉണ്ടായി. NaCl സൊല്യൂഷന്റെ അപ്പം ബോയിലിംഗ് പോയിന്റ് മാറ്റായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എന്താണ് അവിടെ ഗ്രേറ്റർ ദാൻ 100°C എന്തുണ്ടാവും? ബോയിലിംഗ് പോയിന്റ് കാണും. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ ഐഡിയ. അപ്പൊ ഈ ഒരു പോർഷനിൽ നമ്മൾ 2 കാര്യം ഡിസ്കസ് ചെയ്യും. ഒന്നാമത്തെ ബോയിലിംഗ് പോയിന്റ് ഡെഫിനിഷൻ പറഞ്ഞു, പിന്നെ എക്സ്ട്രാ ഹീറ്റ് ചെയ്യുന്നത് എങ്ങോട്ട് പോകും? നീരാവിയിലോട്ട് പോകുന്നു കണ്ടു. പിന്നെ അതിനുശേഷം നമ്മൾ എക്സ്ട്രാ സാൾട്ടുകൾ ആഡ് ചെയ്യുന്ന, സോൾട്ടോ എന്ത് സാധനവും വാട്ടറിലോട്ട് ആഡ് ചെയ്ത് എന്ത് സംഭവിക്കും? അത് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് കൂട്ടുന്നും കൂടി കണ്ടു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ബോയിലിംഗ് പോയിന്റ് എന്താണ്? ഒരു പർട്ടിക്കുലർ പ്രഷറിലുള്ള ബോയിൽ ചെയ്യാൻ വേണ്ട, അതായത് ഒരു ലിക്വിഡിന് നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ബോയിൽ ചെയ്യാൻ വേണ്ട ടെമ്പറേച്ചറാണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഓരോ പ്രഷറിലും എന്താണ്? പ്രഷർ വാരി ചെയ്യുന്നതനുസരിച്ച് അതിനർത്ഥം എന്താണ്?
നമുക്ക് ബോയിലിംഗ് പോയിന്റ് മാറ്റം വരും. അപ്പൊ ഞാൻ പറഞ്ഞു എത്രയാണ് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ സമയത്തുള്ള ബോയിലിംഗ് പോയിന്റ് എത്രയാണ് 100°C. എന്നാൽ നമ്മൾ ഹൈറ്റ് ഉള്ള സ്ഥലത്ത് 0.8 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെങ്കിൽ എന്തായിരിക്കും അവിടെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. കാരണം എന്താണ് 100°C, അതായത് നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷറിലാണ് 100 വേണ്ടേ. അപ്പൊ പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് അത്രയേ ബോയിലിംഗ് പോയിന്റ് ഇവിടെ ഒരുപാട് ടെമ്പറേച്ചർ കൂട്ടേണ്ട ആവശ്യമില്ല. എന്താണ് അത്ര കുറച്ചാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഉള്ളത്. ഇനി നമ്മൾ കുറച്ചുകൂടി പ്രഷർ കൂട്ടി അപ്പൊ എന്ത് സംഭവിക്കും, അപ്പം പെട്ടെന്ന് നന്നായിട്ട് ബോയിൽ ചെയ്യും അല്ലെ. കുറച്ചും കൂടി ബോയിലിംഗ് പോയിന്റോട് കുറച്ചുകൂടി നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി പെട്ടെന്നാവും. അതുകൊണ്ടാണ് ഇപ്പോൾ കറി സാധനങ്ങളും മറ്റുമൊക്കെ പ്രഷർ കുക്കറിൽ ആൾക്കാർ വീട്ടിൽ കറി ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രഷർ കുക്കർ എന്തിനാ ഉപയോഗിക്കുന്നത്? പ്രഷർ കുക്കർ എന്തിന്റെ ആവശ്യം? സാധാരണ പോലെ കറിയാക്കിയാൽ പോരാ. പ്രഷർ കുക്കർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, പ്രഷർ കുക്കറിൽ എന്താണ് അവിടെ ഏറ്റവും വലിയ ഐഡിയ എന്താണ്, അവിടെ ഹൈ പ്രഷറാണ്. പേര് പറയുന്ന പോലെ പ്രഷറിൽ കുക്ക് ചെയ്യുന്നത് പറയുന്ന പോലെ ഹൈ പ്രഷറാണ്. നമ്മളത് മൂടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള എന്താണ് ഹൈ പ്രഷറാണ്. അപ്പം നമ്മൾ ഹീറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും, ആ പ്രഷർ കൂടിയ സ്ഥലത്താകുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ബോയിലിംഗ് പോയിന്റ് കൂടും. എന്താണ് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. ഈ മുകളിലോട്ട് ഏറോ കാണിച്ചത് ഇൻക്രീസസ് എന്നുള്ള ഐഡിയ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇൻക്രീസ് ചെയ്യും ബോയിലിംഗ് പോയിന്റ്. അപ്പൊ കുറച്ചുകൂടി നല്ലോണം ചൂടാവും. കുറച്ചുകൂടി നന്നായി ചൂടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതിൽ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്തായാലും നമുക്ക് കൂടിയെന്ന് മനസ്സിലായി. അപ്പൊ എന്തായി കുറച്ചും കൂടി പെട്ടെന്ന് അതിലുള്ള പദാർത്ഥങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ബോയിൽ ചെയ്യാൻ പറ്റും. വാട്ടർ മാത്രമല്ല, വാട്ടറിലുള്ള മറ്റ് കണ്ടന്റുള്ള കാര്യങ്ങളും മറ്റ് പച്ചക്കറി ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളെല്ലാം പെട്ടെന്ന് വേവിച്ച് കിട്ടും നമുക്ക് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത്. പ്രഷർ കുക്കർ എന്താ സംഭവിക്കുന്നത്, പ്രഷർ കുക്കറിന്റെ ഉള്ളിൽ ഹൈ പ്രഷർ ആയതുകൊണ്ട് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു, പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അതേ ഒരു കാര്യം. നിങ്ങളിപ്പം എവിടെയെങ്കിലൊക്കെ യാത്രയൊക്കെ പോകുന്നതെന്നിരിക്കും, രാവിലെ അതായത് പകൽ സമയത്ത് നമ്മളിപ്പം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാലോ അല്ലെ തണുപ്പുള്ള സമയത്തോ അല്ലെ ഇതൊന്നും അല്ലാത്ത രാവിലെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ നിങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണും. ഇതിപ്പോൾ ഞാനൊരു വാട്ടറിന്റെ മുകളിലാണ് കാണിച്ചത്. ഇത് വാട്ടറിന്റെ മുകളിൽ നിന്ന് ചിലപ്പോൾ വയലുള്ള സ്ഥലങ്ങളായിക്കോട്ടെ, സാധാരണ നാടൻ പ്രദേശങ്ങളായിക്കോട്ടെ, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ സിറ്റി ഏരിയകളിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി നല്ല രാവിലെ എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണും എന്താണ് മൊത്തത്തിലൊരു പുക പോലെ നിങ്ങൾക്ക് കാണാം. ഈ തണുപ്പ് സീസണിലൊക്കെ പ്രത്യേകിച്ച് നമുക്ക് നോട്ട് ചെയ്യാം, ഒരു പുക പോലെ ഒരു മിസ്റ്റ് പോലെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പൊ അതെന്താ സംഭവം, അത് നമ്മുടെ ചുറ്റുമുള്ള വാട്ടർ മോയ്സ്ചർ എന്തായിരുന്നു ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട്. എന്താണ് അതിന് പറയാ, ഇവാപ്പറേഷൻ നടക്കുന്നത് കൊണ്ടാണ് എന്ത് കാണുന്നത്, നമുക്ക് അങ്ങനെ മിസ്റ്റ് കാണുന്നത്. പക്ഷെ നമ്മളിപ്പോ കണ്ടു ബോയിൽ ചെയ്യുമ്പോഴാണ് വാട്ടർ ഇവാപ്പറേറ്റ്, അതായത് 100°C കഴിഞ്ഞിട്ടാണ് വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നതെന്ന് കണ്ടു. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് 100°C താഴെയൊക്കെ അത് വേപ്പർ ആവുന്നത്? അപ്പൊ നിങ്ങൾ ആദ്യം ഇവിടെ ഐഡിയ മനസ്സിലാണ്ടത്, നമുക്ക് ഇവാപ്പറേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ബോയിൽ ചെയ്യണമെന്ന് ഒരു പ്രശ്നമില്ല. എന്താണ് 0°C തൊട്ട് 100°C വരെ ഏത് ടെമ്പറേച്ചറിലും വാട്ടർ ഇവാപ്പറേറ്റ് ആവാം. ഓക്കെ, അപ്പൊ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് എന്താ സംഭവിക്കുന്നത്, ചുറ്റുമൊക്കെ ഹീറ്റ് ഉണ്ട്. ഡെഫിനറ്റ്ലി നമ്മുടെ ചുറ്റുമൊക്കെ എന്താണ് ഹീറ്റ് എന്ന് പറഞ്ഞ സാധനം എല്ലാത്തിനും ചൂട്. ഇപ്പം നമുക്ക് ചൂടുള്ള പോലെ തന്നെ ചെടികൾക്കും മണ്ണിനും മറ്റു ചുറ്റുമുള്ള സകലമാന പദാർത്ഥങ്ങളിലും ചൂടുണ്ട്. അപ്പം നമ്മുടെ മോയ്സ്ചർ ചുറ്റുപാട് അന്തരീക്ഷത്തിലൊക്കെ എന്തുണ്ട്, വെള്ളം മോയ്സ്ചർ ആയിട്ട് ഇങ്ങനെ ആർദ്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തൊട്ട് വെള്ളം അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ചുറ്റുമുള്ള ചൂടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ വാട്ടർ വേപ്പേഴ്സ് ഒക്കെ, അതായത് വാട്ടർ ഡ്രോപ്ലെറ്റ് ഒക്കെ എന്ത് ചെയ്യും, അവരൊക്കെ അങ്ങോട്ട് ആവിയായി പോവും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവാപ്പറേഷൻ നടക്കാൻ വളരെ കുറച്ച് ഹീറ്റ് കിട്ടിയാൽ തന്നെ അവരങ്ങ് പോയിക്കോളും, നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വാട്ടർ ബോയിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ഇവാപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. വെറുതെ വെച്ചാൽ വെള്ളം തിളക്കോ ഇല്ല. എന്താ സാധനം, വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, അത് ഇവാപ്പറേറ്റ് ചെയ്തോളൂ. പക്ഷേ വാട്ടർ ബോയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചധികം ടെമ്പറേച്ചർ കൊടുക്കണം, അത്രേ ഐഡിയ ഉള്ളൂ. അപ്പൊ എന്താണ്, ഡസ് വാട്ടർ വേപ്പറൈസ് ഓൺലി അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് ആണോ? അല്ല, വാട്ടർ ക്യാൻ വേപ്പറൈസ് അറ്റ് എനി ടെമ്പറേച്ചർ ബിറ്റ്വീൻ 0°C ആൻഡ് 100°C. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ അതിന് കുറച്ച് എക്സാമ്പിൾ ആണ് നമ്മൾ സാധാരണ ഇപ്പൊ നിലം കഴുകുന്നു, പാത്രം കഴുകുന്നു, ഓക്കെ, അങ്ങനെ എന്ത് സംഭവം കഴുകി കഴിഞ്ഞാൽ വെറ്റ് ഫ്ലോർസ് ആയിക്കോട്ടെ, വെറ്റ് വെസൽസ് ആയിക്കോട്ടെ, കണ്ടെയ്നേഴ്സ്, ക്ലോത്ത്, അതായത് തുണിയൊക്കെ കഴുകി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടെ തുണി കഴുകി ഒരു സ്ഥലത്ത് ചുമ്മാ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചു. അപ്പൊ എന്താണ് ആറിയിടുമ്പോൾ നമുക്ക് എന്താ, അത് പതുക്കെ അത് ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ചൂടാക്കാൻ അത് പെട്ടെന്ന് കിട്ടണമെങ്കിൽ ശരിയാണ്, പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ഇസ്തിരിയൊക്കെ, അതായത് നമ്മൾ അയൺ ബോക്സ് ഒക്കെ വെച്ചിട്ട് ഇസ്തിരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എന്താണ് ഡ്രൈ ആയി കിട്ടും. അത് വേറെ കാര്യം, ചൂടാക്കി ഉറപ്പായി ഡ്രൈ ആവും, ചൂടാക്കിയ എവാപ്പറേഷൻ കുറച്ചുകൂടി കൂടും. പക്ഷെ അല്ലാതെ തന്നെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മെല്ലെ ആണെങ്കിലും എന്താണ് ക്ലോത്ത്സും മറ്റു കാര്യങ്ങളൊക്കെ ഡ്രൈ ആയി കിട്ടും. ഓക്കെ, അപ്പൊ അതെന്താ കാണിക്കുന്നത്, ഇവാപ്പറേഷൻ നമുക്ക് ഏത് ടെമ്പറേച്ചർ എങ്ങനെ നടത്താമെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാ വേറൊരു ചോദ്യം കൂടി. ഇത് പ്രഷർ വയർ, ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു ക്ലൂ തരാം. എന്താണ്, പ്രഷർ റിലേറ്റഡ് ആണ്. പ്രഷർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ്, വാട്ടർ റൈസസ് വെൻ വി യൂസ് സ്ട്രോ ടു ഡ്രിങ്ക്. എന്താണ്, നമ്മൾ സ്ട്രോ വെച്ച് കുടിക്കുമ്പോൾ നിങ്ങൾ കാണിക്കും എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സ്ട്രോ എടുത്ത് നമ്മൾ വെള്ളത്തിലോ അല്ലെങ്കിൽ ജ്യൂസിലോ ഷെയ്ക്കിലോ എന്തിലാന്ന് വെച്ചാൽ മുക്കി വെക്കും. എന്നിട്ട് നമ്മൾ ഒരൊറ്റ വെല്ലുവിളിക്കും, എന്താണ് വെള്ളം ആ താഴെ നിന്ന് വെള്ളമോ ജ്യൂസോ എന്തോ സാധനമൊക്കെ താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ വരുവായി. അതെന്തുകൊണ്ടാണ് കാരണം, എന്തുകൊണ്ടായിരിക്കും
നിങ്ങൾ ആദ്യം അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എത്രയേ ഉള്ളൂ, പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് വാട്ടർ പോവുക എന്നുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഓക്കെ, പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ഭാഗത്തേക്ക് കൂടുതലായിട്ട് വാട്ടർ അങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, സ്ട്രോ വെച്ച് കുടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രോയുടെ ഉള്ളിലുള്ള എയർ ആണ് നമ്മൾ വലിച്ച്, എയർ വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ സ്ഥലത്തൊരു ഗ്യാപ്പ് വരും. അപ്പൊ ആ സ്ഥലത്തൊരു ഗ്യാപ്പ് വരും, വാട്ടർ എന്ത് ചെയ്യും, വാട്ടർ താഴെ നോർമലായിട്ട് ജനറൽ ആയിട്ട് താഴെ ഒരു ബോട്ടിലായിക്കോട്ടെ ഒരു കുപ്പി ആയിക്കോട്ടെ അതിന്റെ താഴെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് വാട്ടർ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സ്ട്രോയിലുള്ള എയർ മൊത്തം നമ്മൾ വലിച്ചങ്ങ് കയറ്റി. അപ്പൊ നോക്കുമ്പോൾ സ്ട്രോയിൽ ഫുൾ കാലിയാ, ഒന്നുമില്ല. അപ്പൊ താഴെ നിൽക്കുന്ന വാട്ടർ എന്ത് ചെയ്യും, ഓ മൈ ഗോഡ്, ഞാൻ പുറത്തോട്ട് നോക്കുമ്പോൾ പ്രഷർ കുറഞ്ഞ കുറച്ച് സ്ഥലങ്ങളല്ലേ കാണുന്നത്, അങ്ങോട്ടേക്ക് പോയി കളയാന്ന് വെച്ചാൽ താഴെയുള്ള വാട്ടർ ഒരൊറ്റ അടിക്ക് അങ്ങോട്ട് പോകും, മുകളിലോട്ട് പോകും. അങ്ങനെയാണ് നമ്മൾ എന്ത് സ്ട്രോ വെച്ച് കുടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സ്ട്രോ വെച്ച് കുടിക്കുമ്പോൾ നമ്മൾ വാട്ടറിനെയാണ് വലിച്ചു കുടിക്കുന്നത്. അല്ല, നമ്മൾ സ്ട്രോയിലുള്ള എയറിനെയാണ് നമ്മൾ എംപ്റ്റി ചെയ്യുന്നത്. അപ്പൊ എയർ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഭാഗത്തേക്ക് വാട്ടർ അടിച്ചിങ്ങി കയറുന്നത് കൊണ്ടാണ് നമ്മുടെ വായിലോട്ട് എത്തുന്നത്. ഓക്കെ, അതിപ്പോ നിങ്ങൾ കുറച്ച് കട്ടിയായിട്ടുള്ള ഷെയ്ക്കും മറ്റോ കുടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്താണ് നമ്മൾ വലിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് സമയം എടുത്ത് വരും. കാരണം എന്താണ്, വാട്ടറിന്റെ പോലെ അത്ര വേഗത്തിൽ വരാൻ പറ്റുന്ന എല്ലാ ഷെയ്ക്കിൽ, കാരണം അതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ അവരുടെ മൂവ്മെന്റ് കുറച്ചുകൂടി മെല്ലെ ആയിരിക്കും. സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ, പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് വാട്ടർ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അങ്ങനെ സ്ട്രോ വെച്ച് കുടിക്കുമ്പോൾ വാട്ടർ റൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബോയിലിംഗ് പോയിന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി വളരെ പ്രധാനപ്പെട്ടതും നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതും എന്നാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല കട്ടക്ക് നിൽക്കാൻ പറ്റുന്ന ആളാണ് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി പേര് പറയുമ്പോൾ എന്താണ്, ചൂട് നമുക്ക് താങ്ങാൻ പറ്റുന്ന കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു സാധനം എത്രത്തോളം നമുക്ക് താങ്ങാൻ പറ്റും അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ ഒരാൾ എന്ത് ചെയ്യും, നല്ല ഫുഡൊക്കെ അടിക്കുകയാണെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും, ചില ആൾക്കാർ നന്നായി കഴിക്കും, അപ്പൊ നമുക്ക് എന്ത് പറയും, ഓ അവന് വല്ലാത്ത കപ്പാസിറ്റി തന്നെയാണെന്ന് പറയില്ലേ. അതുപോലെ തന്നെ ചില ആൾക്കാർ ഹീറ്റ് എത്ര ചൂടാക്കിയാലും ഓക്കെ കുറച്ചേ ചൂടാവും, ഒരു പരിധിയെ കൂടുതൽ അവരങ്ങ് ചൂടാകാൻ പോകുന്നില്ല, മെല്ലെ ചൂടാവും. അപ്പൊ ഈ മെല്ലെ ചൂടാവുന്ന ഒരാൾക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് വാട്ടർ. വാട്ടർ നിങ്ങൾ ആലോചിച്ചോട്ടെ, നിങ്ങൾ ചൂടാക്കിയിട്ട് ഒരു കാര്യമില്ല, അതൊരു പരിധി കൂടുതൽ ചൂടാകാൻ പോകുന്നില്ല. ചൂടാക്കി കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര പണിയാണ്, ഒരുപാട് സമയം എടുത്തിട്ടാണ് വാട്ടർ ചൂടായി പോകുന്നത്. ഓക്കെ, അതിനുള്ള എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. പക്ഷെ നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് എടുത്താലോ. ചെറിയ എക്സ്പെരിമെന്റ് എന്താണ്, 2 ബീക്കർ ആയി, 2 ബീക്കർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ചിത്രം വന്നിട്ടുണ്ടോ, ഇതാണ് 2 ബീക്കർ, ഒരു ഗ്ലാസ് പോലത്തെ ഒരു സാധനമാണ് ബീക്കർ എന്നൊക്കെ നമ്മുടെ എക്സ്പെരിമെന്റിൽ കണ്ടു. അപ്പൊ 2 ബീക്കർ ഞാൻ എടുത്തിട്ടുണ്ട്. എന്താ എടുത്തേ, 2 ബീക്കർ ഞാൻ എടുത്തിട്ടുണ്ട്. എന്താണ് 2 ബീക്കറിൽ ഒന്നിലേത്ത് നമ്മൾ എന്ത് എടുത്തിട്ടുണ്ട്, ഒന്നിൽ വാട്ടർ എടുത്തിട്ടുണ്ട്, അടുത്തിലേത്ത് വെളിച്ചെണ്ണ അഥവാ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2 ആൾക്കാർ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. 2 ആൾക്കാരെ 2 ബീക്കർ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, 2 ബീക്കർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ 2 ബീക്കർ എടുത്തിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 2 പേരെയും ഞാൻ എന്ത് ചെയ്തു, ഒരു വാട്ടർ ബാത്തിൽ ആഡ് ചെയ്തു. അപ്പൊ എന്താ മക്കളെ വാട്ടർ ബാത്ത് എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്, വെള്ളം, ബാത്ത് എന്ന് വെച്ചാൽ എന്താണ്, കുളിക്കുക അല്ലെ. സിമ്പിൾ ബാത്ത് എന്ന് വെച്ചാൽ കുളിക്കുക എന്ന് എല്ലാവരും മനസ്സിൽ വരും, പക്ഷെ കുളിക്കുന്നല്ല കേട്ടോ. വാട്ടർ ബാത്ത് എന്ന് വെച്ചാൽ വെള്ളം നിറച്ചിട്ടുള്ള ഒരു സാധനമാണ്. അത് നമ്മുടെ ഈ ലാബിലൊക്കെ, അതായത് കെമിസ്ട്രി ലാബിൽ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ വാട്ടർ ബാത്ത് എന്ന് പറയുന്ന സാധനം. അപ്പൊ വാട്ടർ ബാത്തിൽ എന്താണ്, വാട്ടർ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അടിയിൽ എന്ത് ചെയ്യുന്നത്, അടിയിൽ ഹീറ്റിംഗ് അപ്പാരറ്റസ് ഉണ്ടാവും. ഹീറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു ഒരു ചെറിയൊരു നിങ്ങൾ റെക്ടാങ്കിൾ ഷേപ്പിൽ നിങ്ങളൊരു ബാസ്ക്കറ്റ് ഓർമ്മിച്ചു, ഒരു ബാസ്ക്കറ്റ് നമ്മൾ എന്താണ് ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബാസ്ക്കറ്റ്, ഈ ബാസ്ക്കറ്റ് നമ്മുടെ പച്ചക്കറി സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ബാസ്ക്കറ്റ്, അതുപോലെ ഒരു ബാസ്ക്കറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. ബാസ്ക്കറ്റിന്റെ പ്രത്യേകത എന്താ, അടിയിൽ ഒരു ഗ്രിൽ ടൈപ്പ് സ്ട്രക്ചർ ഉണ്ടാവും, അതുപോലെ തന്നെ മുകളിൽ ഇങ്ങനെ വെള്ളം വെക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാവും. അപ്പം വെള്ളം വെച്ചതിന് ശേഷം നമ്മൾ ഇത് എന്ത് ചെയ്യും, അതായത് ഗ്രിൽ ടൈപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ബോക്സ് ആണ്, ബോക്സ് ടൈപ്പ് ആണ്, പക്ഷേ ഹീറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സെറ്റപ്പ് അതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ നേരെ ഇത് പാത്രം ഇതിൽ വെക്കുന്നില്ല, നമ്മൾ ഇതിനെ കണക്ട് ചെയ്തിട്ട് എന്താണ് 2 സൈഡും നമ്മൾ ഇതിനെ പുറത്തൊരു ക്ലാമ്പുമായി കണക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ കുത്തി അതിൽ വെക്കുന്നില്ല, കുറച്ചൊന്ന് പൊക്കിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ വെച്ചിട്ട് അതിനെ തിളപ്പിക്കും, വെള്ളം ചൂടാക്കും, താഴെ എന്ത് ചെയ്യും, നമ്മൾ ഹീറ്റ് ചെയ്യും. മനസ്സിലായാലും അപ്പോൾ വാട്ടർ ബാത്ത് എന്ന് പറഞ്ഞ സാധനം ഒരു റെക്ടാങ്കുലർ ഷേപ്പുള്ള ഒരു ബോക്സ് ആണ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നത്. ഈ ബോക്സിൽ നമ്മൾ 2 ബീക്കേഴ്സും വെച്ചിട്ടുണ്ട്, അങ്ങനെ നേരെ അതിന് മുക്കി വെക്കുമല്ലേ ചെയ്തത്, മുക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു 2 ക്ലാമ്പ് വഴി അതിനെ കണക്ട് ചെയ്തിട്ട് കുറച്ചങ്ങനെ മുഴുവനായിട്ട് സബ്മേർജ് ചെയ്ത് വെക്കാതെ കുറച്ചൊന്ന് വെള്ളത്തിന് മുക്കി എന്നുള്ള രീതിയിലുള്ള അങ്ങനെ വെക്കും. എന്നിട്ട് എന്താ ചെയ്യുക, നമ്മൾ ഹീറ്റ് ചെയ്തു അവരെ. എന്നിട്ട് ഓരോ സമയത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്തു. രണ്ടാളെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എന്താണ് ഒരു തെർമോമീറ്റർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 സ്ഥലത്തും നമ്മൾ തെർമോമീറ്റർ വെച്ച് കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് നോക്കുന്നതിന്റെ 2 പേരും ടെമ്പറേച്ചർ നോക്കും. അപ്പൊ എന്താ മനസ്സിലായെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയുടെ ടെമ്പറേച്ചർ സഡൻലി ഇൻക്രീസസ്. പക്ഷെ വാട്ടറിന്റെ ആണെങ്കിലോ, വാട്ടറിന്റെ 100 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്തി മെല്ലെ 100 ഡിഗ്രി സെൽഷ്യസ് എത്തും കേട്ടോ. ടെമ്പറേച്ചർ കൂടി, രണ്ടാളെയും കൂടി വാട്ടറിന്റെ 100 ഡിഗ്രി സെൽഷ്യസ് എത്തിയപ്പം അവിടെ നിന്ന് പിന്നെ അതിലപ്പുറത്തേക്ക് ചൂടാകാൻ വാട്ടറിന് വലിയ താല്പര്യമില്ല. എന്നാൽ കോക്കനട്ട് ഓയിലിന്റെ ടെമ്പറേച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞു, എണ്ണ വീണ നന്നായി പൊള്ളുന്നു പറഞ്ഞു, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കോക്കനട്ട് ഓയിലിന്റെ വല്ലാതെ അങ്ങോട്ട് കൂടി. അപ്പൊ തോന്നി എന്തുകൊണ്ടാണ് കോക്കനട്ട് ഓയിലിന്റെ ഇത്രക്കും കൂടിയത് പക്ഷെ വാട്ടറിന്റെ അത്ര കൂടിയിട്ടില്ല, എന്താ കാരണം? അപ്പൊ മനസ്സിലായി എന്താണ്
കോക്കനട്ട് ഓയിൽ എന്താണ്, ഹീറ്റ് എത്ര സൂക്ഷിച്ച് വെക്കാനാണ് പറ്റില്ല. എന്താണ്, ഹീറ്റ് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ മനസ്സിലായി. പക്ഷെ വാട്ടറിന്റെ കേസിൽ അങ്ങനെയല്ല, പെട്ടെന്ന് അങ്ങോട്ട് ഹീറ്റ് ആവില്ല. കുറേ ഹീറ്റൊക്കെ കിട്ടി കുറേ ഹീറ്റായി കഴിഞ്ഞാൽ വാട്ടർ മതി, എന്നാൽ പിന്നെ കുറച്ചൊന്ന് ചൂടായി കളയാം. കോക്കനട്ട് ഓയിൽ എങ്ങനെയാണ്, നമ്മൾ ഹീറ്റ് കൊടുത്തോ അപ്പം തന്നെ അവർ ഹീറ്റ് എടുത്തിട്ട് ഓക്കെ ചൂടായിക്കോ. ഒരു ഹീറ്റ് അവിടെ സൂക്ഷിച്ച് വെച്ച്, കപ്പാസിറ്റി കുറവാണ് നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അത് ഈ ഒരു ഐഡിയ മനസ്സിലായല്ലോ. എന്താണ്, കോക്കനട്ട് ഓയിൽ അധികം അങ്ങനെ ഹീറ്റ് സൂക്ഷിച്ച് വെച്ചിട്ട് പുറമേ കാണിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. വാട്ടറിനാണെങ്കിലോ ഹീറ്റൊക്കെ നമ്മൾ എത്രയോ ഹീറ്റ് ചെയ്തോ ആ ഹീറ്റൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് മെല്ലെ മാത്രമേ അവർ വാട്ടർ ചൂടാവുന്നുള്ളൂ. അപ്പൊ എന്താണ്, കപ്പാസിറ്റി കുറച്ചുകൂടി കൂടുതലാണെന്ന് മനസ്സിലായല്ലോ. സോ അതാണ് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഐഡിയ. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി എന്താ, നമുക്ക് ഡെഫിനിഷൻ നോക്കിയാലോ. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 degree Celsius. അപ്പൊ ഡെഫിനിഷൻ നോക്കുമ്പോൾ നമ്മൾ ചേട്ടാ ഇതെന്താണ്, സബ്സ്റ്റൻസ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 degree Celsius. എന്താണ് സാറേ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സിമ്പിൾ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സാധനം ചൂടാക്കും, അതായത് നമ്മൾ വാട്ടർ ഇവിടെ ചൂടാക്കുന്നു. അപ്പൊ വാട്ടർ എന്ത് ചെയ്യും, വാട്ടർ ഇങ്ങനെ ഹീറ്റ് കൂടിക്കൂടി 1 degree Celsius കൂടി, 1.5 degree Celsius കൂടി, പിന്നെന്താണ് 2 degree Celsius കൂടി, അങ്ങനെ ഓരോരോ ടെമ്പറേച്ചറായി ഹീറ്റ് ചെയ്ത് ചൂടായി വരുമല്ലോ. പക്ഷേ നമ്മൾ രണ്ടാൾക്കാർ ഒന്നിച്ചെടുത്ത് നമ്മൾ അറിയും, ഒരാളെ മാത്രം വെച്ച് നമുക്ക് അതിന് എത്രത്തോളം മാറ്റം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും കമ്പയർ ചെയ്യും. എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്, വേറൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പറയാം. ഓക്കെ, ഇനി ഒരാൾ തന്നെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ നമ്മൾ പല കണ്ടീഷൻസിൽ വെച്ചിട്ട് വേണം നമ്മൾ കമ്പയർ ചെയ്യാൻ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, 1 degree Celsius ആയി, അതായത് വാട്ടർ 1 degree Celsius ആയി, കോക്കനട്ട് ഓയിലും 1 degree Celsius ആയി. വാട്ടർ 2 degree Celsius ആയി, കോക്കനട്ട് ഓയിലും 2 degree Celsius ആയി. ഓക്കെ, അങ്ങനെ കൂടി വന്ന് അപ്പം ഇവരെ ബോയിലിംഗ് വരെ അങ്ങനെ പോയി, വാട്ടറിന്റെ ബോയിലിംഗ് വരെ. പക്ഷെ പിന്നെ 1 degree Celsius കൂടാൻ വേണ്ടി, അതായത് ഇപ്പം 100 101 degree Celsius ആവണം എന്ന് വിചാരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു എക്സ്ട്രാ ടെമ്പറേച്ചർ കൊടുക്കണം. നമ്മൾ ഇങ്ങനെ ടെമ്പറേച്ചർ കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്ത്, കോക്കനട്ട് ഓയിൽ 101 degree Celsius ആവും. അതേ ഹീറ്റ് കൊടുക്കുമ്പോൾ 101 അത് 102 103 അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ വാട്ടറിനെ കൂടുന്നില്ല. വാട്ടർ ഈ 100 കഴിഞ്ഞിട്ട് 1 degree Celsius കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഹീറ്റ് കൊടുത്തു. പക്ഷെ അത്ര ഹീറ്റ് ഒന്നും പോരാ ഇനി 1 degree Celsius കൂട്ടാൻ. അപ്പൊ അതിനർത്ഥം എന്താണ്, ആ അത്രയും ഹീറ്റ്, ആ 1 degree Celsius കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സബ്സ്റ്റൻസിന് കൊടുക്കുന്ന ഹീറ്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്, അതിന്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് വരെ ബോയിലിംഗ് പോയിന്റ് വരെ നമ്മൾ ഹീറ്റ് ചെയ്തു. പക്ഷെ ബോയിലിംഗ് പോയിന്റ് കഴിഞ്ഞിട്ട് അതിനെ ഹീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രക്കും കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കണം. ഇത് വാട്ടറിന്റെ കേസിൽ മാത്രമുള്ള ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. എന്താണ്, ഹീറ്റ് കപ്പാസിറ്റി ഒരുപാട് കൂടുതലുള്ള ഒരു സബ്സ്റ്റൻസ് ആ വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്, വാട്ടറിനെ നമുക്ക് 1 degree Celsius വെച്ച് പിന്നെ കൂട്ടണമെങ്കിൽ നമുക്ക് എന്താണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താണ് സംഭവം, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 degree. എന്താണ്, ഒരു സാധനത്തെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് അതിന്റെ ടെമ്പറേച്ചർ 1 degree Celsius കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, ഇനി നമ്മൾ ഈ ഓരോ സാധനം, ഹീറ്റ് കപ്പാസിറ്റി പലതരത്തിലുള്ള ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾ പഠിക്കേണ്ട ഒരു സാധനം, ഓർമ്മിക്കേണ്ട ഒന്നേ ഉള്ളൂ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ ഓർമ്മിക്കണം. അതൊന്നുമില്ല, നമ്മളിവിടെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞല്ലോ, ക്വാണ്ടിറ്റി ഓഫ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 degree. അപ്പൊ ഈ സബ്സ്റ്റൻസ്, അതായത് 1 kilogram സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 degree Celsius കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്താണ്, നമ്മൾ സബ്സ്റ്റൻസിന് അമൗണ്ട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ 1 kilogram സബ്സ്റ്റൻസിനെ എടുത്തിട്ട് അതിന്റെ ഹീറ്റ് 1 degree Celsius കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ നമ്മൾ എന്ത് പറയുന്നത്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. സബ്സ്റ്റൻസിന്റെ വെയിറ്റ് നമ്മൾ പറഞ്ഞെന്ന് മാത്രം. ഹീറ്റ് കപ്പാസിറ്റി സിമ്പിൾ ഇത്രയേ ഉള്ളൂ. എന്താണ്, 1 degree Celsius കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹീറ്റ് കപ്പാസിറ്റി. ഇനി നമ്മുടെ സബ്സ്റ്റൻസ് 1 kilogram ആണ് എടുത്തുകയാണെങ്കിൽ ആ ഹീറ്റ്, അതിന്റെ ടെമ്പറേച്ചർ 1 degree Celsius കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനാണ് നമ്മൾ എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്നുള്ള ഐഡിയ കിട്ടിയല്ലോ. ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ സിമ്പിൾ അത്രയേ ഉള്ളൂ, 1 degree Celsius കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഹീറ്റാണ് ഹീറ്റ് കപ്പാസിറ്റി. ഇനി നമ്മൾ അതിന്റെ വെയിറ്റ് 1 kilogram ആയിട്ടൊരു സാധനം എടുത്തിട്ട് ആ 1 kilogram സാധനത്തിന്റെ ഹീറ്റ് 1 degree Celsius കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഹീറ്റ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ എന്താ പറയുക, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് നേരത്തെ എക്സ്പെരിമെന്റ് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, എന്താണ്, വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. കാരണം വാട്ടർ പെട്ടെന്നൊന്നും ഹീറ്റ് ആവുന്നില്ല, മെല്ലെ ഹീറ്റ് ആവുന്നില്ല. അതിന് അർത്ഥം എന്താണ്, വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ് ആരെക്കാളും, കോക്കനട്ട് ഓയിലിനെക്കാളും. ഓക്കെ, അപ്പൊ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി കുറച്ച് ആപ്ലിക്കേഷൻസ് നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ആദ്യത്തെ ഒരു ആപ്ലിക്കേഷൻ, എന്താണ്, വെള്ളം നമ്മുടെ ഇപ്പം വണ്ടിയൊക്കെ എടുത്തിട്ട് വണ്ടിയുടെ റേഡിയേറ്റർ കൂൾ ചെയ്യാൻ വേണ്ടി നമ്മൾ വാട്ടർ ഉപയോഗിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അതിലെന്തായാലും കാരണം റേഡിയേറ്റർ എന്ന് വെച്ചാൽ നന്നായി ഹീറ്റ് ചെയ്യും. വണ്ടി ഇങ്ങനെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഞ്ചിന് ഹീറ്റ് ആവും, റേഡിയേറ്റർ അതിന്റെ കൂടെ തന്നെ ഹീറ്റ് ആവും. അപ്പൊ എന്ത് ചെയ്യും, അതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഇറക്കി വെള്ളം ആഡ് ചെയ്യുന്നു പറയും.
എന്താ കാരണം? ഒരുപാട് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അതവിടെ അങ്ങനെ മൊത്തമായിട്ട് അങ്ങനെ തിളച്ചു പോയിട്ട് ബാക്കി എല്ലാത്തിനും എഫക്ട് ചെയ്യുന്ന പ്രശ്നമുണ്ടോ? ഇല്ല. വെള്ളമാകുമ്പോൾ ഒരു പരിധി വരെ ചൂടാവും, ശരിയാ, ഒരു പരിധി വരെ ചൂടായാലും അതങ്ങനെ ചൂടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രശ്നമില്ല. എന്താണ്? അതവിടെ ചൂടായി മൊത്തത്തിൽ ആ റേഡിയേറ്ററിന്റെ ഹീറ്റ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? വാട്ടർ ഒരുപാട് ഹീറ്റ് ആക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ഹീറ്റ് കൊടുക്കണം. റേഡിയേറ്ററിന്റെ ആ ചെറിയ ഹീറ്റ് കൊണ്ടൊന്നും വാട്ടറിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി മൊത്തത്തിൽ എടുത്തു നോക്കാം. ഭൂമിയിൽ അങ്ങനെ ഭയങ്കരമായി ചൂടുണ്ടോ? ഇപ്പൊ സൂര്യൻ എടുത്തു നോക്കാൻ, സൂര്യൻ അടുത്തുള്ള ശുക്രനും ബുധനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ ചൂട് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഗ്രഹങ്ങളാണ്. പക്ഷെ ഭൂമിയിൽ അങ്ങനെ ഒരുപാട് ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഭൂമിയുടെ ഏകദേശം 2/3 2/3 ഓഫ് എർത്ത് ഈസ് എന്താണ്? വാട്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? ഭൂമിയുടെ ഹീറ്റ് ഒരുപാട് അങ്ങോട്ട് കൂടില്ല. എന്താണ്? ഈ വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റി വളരെ കൂടുതലായതുകൊണ്ട് എന്താണ്? സൂര്യൻ എത്രയോ ഹീറ്റ് കൊടുത്തോ, പക്ഷെ അതൊരു പരിധി കൂടുതൽ ചൂടാവാൻ പോകുന്നില്ല. അപ്പൊ അതൊരു പരിധി കൂടുതൽ ചൂടാവാത്തത് കൊണ്ട് തന്നെ എന്താണ്? അതിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ കൂടി അതേ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ഇതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ മരുഭൂമിയിലുള്ള സ്ഥലങ്ങളാണെങ്കിലും നമ്മൾ ഈ കടൽ, പുഴ, അതിന്റെയൊക്കെ അടുത്തുള്ള സ്ഥലങ്ങൾ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. എന്താണ്? ഇപ്പൊ രാജസ്ഥാൻ ഏരിയ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 45°C 50യോട് അടുപ്പിച്ച്, 50 ഒന്നും കടക്കില്ല, എന്നാലും 50യോട് അടുപ്പിച്ചിട്ട് ആ ഒരു റേഞ്ചിലുള്ള ടെമ്പറേച്ചർ ഒക്കെ, ഒരുപാട് ടെമ്പറേച്ചർ. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലോ 37, 39, 40 നമ്മൾ എന്ന് വെച്ചാൽ ഒരു കുറവാണെന്നല്ലേ ഞാൻ പറഞ്ഞത്, ആ ഒരു ടെമ്പറേച്ചറിൽ നിൽക്കുന്നത്. കാരണം എന്താണ്? വാട്ടർ ബോഡിയുടെ ആ ഒരു സാധനം, വാട്ടറിന്റെ ഒരു പ്രസൻസ് കൊണ്ടാണ് നമുക്ക് എന്താണ് ഒരുപാട് ഒരു പരിധി കൂടുതൽ ടെമ്പറേച്ചർ കൂടാത്തത്. ഭൂമിയിൽ പല സ്ഥലത്തും അതുകൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചർ ഒരു ഹയസ്റ്റ് ടെമ്പറേച്ചർ പീക്ക് ഉണ്ട്, അതിനപ്പുറത്തേക്ക്, അതായത് ഞാൻ വോൾക്കാനോസ് അങ്ങനെയല്ല, സാധാരണ ഭൂമിയിലുള്ള സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ ടെമ്പറേച്ചർ കൂടാത്തതിന് കാരണം എന്താണ്? ഭൂമിയുടെ 2/3 എന്താണ്? വാട്ടർ ആയതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ കടൽക്കാറ്റും കരക്കാറ്റും. നിങ്ങൾ കേട്ടിട്ടുണ്ട് കടലിന് കരയിലേക്കും കരയിൽ നിന്ന് കടലിലേക്കും എന്താണ് കാറ്റടിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണ്? കടൽ വളരെ മെല്ലെ മാത്രമേ ഹീറ്റ് ആവൂ. എന്താ കാരണം? കടലിൽ വാട്ടർ ഉണ്ട്, വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റി ഒരുപാട് കൂടുതലായതുകൊണ്ട് കടൽ മെല്ലെ ഹീറ്റ് ചെയ്യും. അപ്പൊ എന്ത് സമയം? കരയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഹീറ്റ് ചെയ്യും. രാവിലെ പെട്ടെന്ന് ഹീറ്റ് ചെയ്യും, രാത്രിയാവുമ്പോൾ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? ഈ തണുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവര് കുറച്ച് നല്ലൊരു പ്രഷറൊക്കെ കൂടിയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക ചെയ്യാം. അപ്പൊ അവരെന്ത് ചെയ്യും? തണുത്ത സ്ഥലത്ത് ചൂടുള്ള സ്ഥലത്തേക്ക് കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുവേ. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ രാവിലെ ആകുമ്പോൾ, അതായത് പകൽ സമയത്ത് എന്താണ്? കര പെട്ടെന്ന് ഹീറ്റ് ആവും. അപ്പൊ കരയിലുള്ള ചൂടുള്ള ഇറക്കം മുകളിലോട്ട് പോകും. കടലാണെങ്കിലും മെല്ലെ ഹീറ്റ് ആവും. അപ്പൊ കടലിലുള്ള എന്ത് ചെയ്യും? അത് തിരിച്ച് ഇങ്ങോട്ടേക്ക് കാറ്റടിക്കുന്നത് നമുക്ക് കടലിൽ കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. രാത്രിയാകുമ്പോൾ എന്താ സമയം? കര പെട്ടെന്ന് തണുക്കും, കരയുടെ ചുറ്റുള്ള ഭാഗങ്ങളൊക്കെ തണുക്കും. അപ്പൊ ആ കാറ്റ് അങ്ങോട്ടും തിരിച്ച് കടലിലോട്ട് അടിക്കും. എന്താണ്? കടലിൽ അങ്ങനെ ഹീറ്റായില്ല, അധികം ഹീറ്റായി വന്നിട്ടേ ഉണ്ടാവും. അപ്പൊ അങ്ങോട്ടേക്ക് തിരിച്ചടിക്കുമ്പോൾ നമുക്ക് കരക്കാറ്റ് ഉണ്ടാവും. അപ്പൊ കടൽക്കാറ്റും കരക്കാറ്റും എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? കടൽ മെല്ലിയെ ഹീറ്റ് ആവൂ എന്നുള്ള പ്രോപ്പർട്ടി കൊണ്ടാണ്. ആ പ്രോപ്പർട്ടിക്ക് നമ്മൾ എന്താ പറയുക? ഹീറ്റ് കപ്പാസിറ്റി കൂടുതലായതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ അടുത്ത ആപ്ലിക്കേഷൻ എന്താ വെച്ചാൽ 65% ഓഫ് ബോഡി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഈസ് വാട്ടർ. നമ്മുടെ ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിന് 65% മുകളിൽ വെള്ളമാണ്. അപ്പൊ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ വേർക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, വേർപ്പൊക്കെ എന്താ സംഭവം? നമ്മൾ വേർക്കോന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ്. ഒരുപാട് ഹീറ്റ് ചെയ്യുന്നു നമ്മുടെ ശരീരം, ഇങ്ങനെ സൂര്യന്റെ വെളിച്ചമൊക്കെ കൊണ്ട് ഒരുപാട് ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ സംഭവം എന്താണ്? നമ്മുടെ ബോഡി എന്ത് ചെയ്യും? കൂൾ ചെയ്യാൻ നോക്കും. അപ്പൊ എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? വാട്ടർ മോയ്സ്ചറിനെ റിലീസ് ചെയ്തിട്ട്, അതായത് ഹീറ്റ്, നമ്മുടെ ചൂടല്ലേ, അപ്പൊ ചൂട് കുറച്ചങ്ങ് റിലീസ് ചെയ്യും. ചുറ്റുമുള്ള, അതായത് നമ്മുടെ ചുറ്റുമുള്ള എന്താണ് മോയ്സ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ നമ്മുടെ ബോഡിയുടെ ഹീറ്റ് അബ്സോർബ് ചെയ്യും. അപ്പൊ നമുക്ക് ഹീറ്റ് കുറച്ചങ്ങ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അവരെന്താവും? അവർ ആവിയായിട്ട്, നമ്മുടെ നീരാവിയായിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ പറ്റി പറ്റി പിടിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് സ്വെറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽ ഉണ്ടാവും. അപ്പൊ സ്വെറ്റിംഗ് ഒക്കെ എന്തുകൊണ്ടാണ്? നമ്മുടെ ഹീറ്റ് റിലീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതിനും കാരണം എന്താണ്? അവിടെയും നമ്മൾ കാരണം നന്ദി പറയേണ്ട ആരോടാണ്? വാട്ടറിന്റെ ഹൈ ഹീറ്റ് കപ്പാസിറ്റി കൊണ്ടാണ്. ഒരുപാട് ഹീറ്റ് ആയി കഴിഞ്ഞാൽ വാട്ടർ അങ്ങനെ ഒരുപാട് ഹീറ്റ് കയ്യിൽ ഇങ്ങനെ വെക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒരു ഏകദേശം ഒരു ന്യൂട്രൽ അവസ്ഥയിൽ നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു ഐഡിയയും കൂടി മനസ്സിലായല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട 2 പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്തു. അടുത്തൊരു ചെറിയൊരു പ്രോപ്പർട്ടിയാണ് എന്താണ്? വാട്ടർ ഫ്രീസ് ചെയ്യുന്നത്. വാട്ടർ എപ്പോഴാണ് ഫ്രീസ് ചെയ്യുക? നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, 0°C താഴെ എത്തിക്കഴിഞ്ഞാൽ വാട്ടർ എന്ത് ചെയ്യും? ഫ്രീസ് ആവാൻ തുടങ്ങും അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഫ്രീസിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും മക്കളെ? ഫ്രീസിങ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇറ്റ് ഫ്രീസസ് ടു സോളിഡ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതാണ് നേരത്തെ നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞത്. ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യുന്ന നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ അത് ബോയിൽ ചെയ്യുന്ന ആ ടെമ്പറേച്ചർ നമ്മൾ എന്താ പറയും? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയും. അതുപോലെ തന്നെ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ അത് ഫ്രീസ് ചെയ്യുന്നത്, അതായത് ലിക്വിഡ് ഫ്രീസ് ചെയ്ത് സോളിഡ് ആവുന്ന ആ ടെമ്പറേച്ചർ നമ്മൾ എന്താ പറയും? ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയും. അപ്പൊ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ് 0°C. ഓക്കെ. അപ്പൊ ഫ്രീസിംഗ് വാട്ടർ എന്ന് വെച്ചാൽ നിങ്ങളിപ്പം പുറമേ കൺട്രികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രീസിംഗ് വാട്ടറിന്റെ ഏറ്റവും വലിയ കാരണം നമ്മൾ ഈ
എന്താണ് അവിടെയൊക്കെ ഈ സ്കേറ്റിംഗ് ഗെയിംസ് എന്ന് പറഞ്ഞ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ എവിടെയാണ് നടത്തുന്നത്? അത് ഫ്രീസ് ആയിട്ടുള്ള വാട്ടറിന്റെ മുകളിലാണ് നടക്കുന്നത്. വാട്ടർ ബോഡി, അതിപ്പോൾ ലേക്ക് ആവാം, ലേക്കിന്റെ ഒക്കെ ഫ്രീസ് ആയിട്ട് സർഫസ് മൊത്തത്തിൽ ഫ്രീസ് ആയിട്ട് ഐസ് കൊണ്ട് നിറഞ്ഞിട്ട് അങ്ങനെ മൊത്തത്തിൽ സോളിഡിഫൈ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ മുകളിൽ ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ ചിത്രത്തിലൊരു കുട്ടി സ്കേറ്റിംഗ്, അതായത് സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ ഐസ് സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം സ്ലെഡ്ജ് പോലത്തെ ഒരു സാധനമാണ്. ഷാർപ്പ് ആയിട്ടുള്ള ഒരു എൻഡ് ഉള്ള ഒരു ഷൂ ആണ്. അപ്പൊ അത് ഉപയോഗിച്ച് സ്കേറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. ഫ്രീസ് ചെയ്യുന്നുണ്ടോ വാട്ടർ? ഓക്കെ. അപ്പോൾ ഈ ഫ്രീസ് ചെയ്യുന്നത് നമ്മുടെ ലേക്കിന്റെ ഒക്കെ സർഫസ് ഇങ്ങനെ ഫ്രീസ് ചെയ്യുന്നത് നമ്മൾ എന്താ പറയാ, അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയും. അപ്പൊ അനോമലസ് എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് കേട്ടോ. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, VVIP ആണ്. അപ്പൊ എന്താ അനോമലസ് എക്സ്പാൻഷൻ? നിങ്ങൾ ഐഡിയ മനസ്സിലായി, എക്സ്പ്ലനേഷൻ വായിക്കുന്നുണ്ട്, നിങ്ങൾ ഐഡിയ ഒന്ന് മനസ്സിലാവും. അതായത് നമ്മുടെ വാട്ടർ, നോർമലായിട്ട് വാട്ടർ എന്താണ്, വാട്ടർ അങ്ങനെ ഫ്രീസ് ആയിട്ടൊന്നുമില്ല. വാട്ടർ ഇങ്ങനെ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് വാട്ടർ ലിക്വിഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കുറച്ച് താഴോട്ട്, ഒരു 4 ഡിഗ്രി സെൽഷ്യസ് വരെ വാട്ടർ അങ്ങനെ തരും. പക്ഷെ 4 ഡിഗ്രി സെൽഷ്യസിനോട് താഴോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, വാട്ടർ ഇങ്ങനെ എന്ത് ചെയ്യും, അതിന്റെ ഡെൻസിറ്റി ഏറ്റവും കൂടുതലാണ് 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? വാട്ടറിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. ഡെൻസിറ്റി കൂടുതലാന്ന് വെച്ചാൽ വാട്ടർ ഇങ്ങനെ താഴെ നിൽക്കുക, മുകളിൽ ഡെൻസിറ്റി കുറഞ്ഞ സാധനം, താഴെ ഡെൻസിറ്റി കൂടിയ ആൾക്കാർ. അപ്പം 4 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു ടെമ്പറേച്ചർ എത്തുമ്പോൾ വാട്ടർ നല്ല ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ വാട്ടർ എന്ത് ചെയ്യും? നോർമൽ ഇങ്ങനെ താഴോട്ടേക്ക് നല്ല നൈസായിട്ട് വാട്ടർ അവിടെ അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ പിന്നെ ടെമ്പറേച്ചർ കുറഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കും വെച്ചാൽ വാട്ടറിന്റെ ഡെൻസിറ്റി കുറച്ചിങ്ങനെ കുറയും. അപ്പൊ ഡെൻസിറ്റി കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഡെൻസിറ്റി കുറഞ്ഞ വാട്ടർ എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. അങ്ങനെ ഡെൻസിറ്റി കുറഞ്ഞ വാട്ടർ എന്ത് ചെയ്യും? മുകളിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഫ്രീസ് ആവാൻ തുടങ്ങും 0 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ. അപ്പൊ ഫ്രീസ് ആയാൽ എന്ത് സംഭവിക്കും? അത് അതിന്റെ മുകളിൽ ഇങ്ങനെ കവറിങ് പോലെ അവിടെ നിൽക്കും. അപ്പൊ എന്ത് ചെയ്യും? ഡെൻസിറ്റി കൂടിയ ആൾക്കാർ താഴെയുണ്ട്, പക്ഷെ അതിൽ തന്നെ ഡെൻസിറ്റി കുറഞ്ഞ വാട്ടറുകളാണ്, അതായത് ടെമ്പറേച്ചർ കുറയുമ്പോൾ ഡെൻസിറ്റി കുറഞ്ഞ വാട്ടറാണ് മുകളിൽ ഫ്രീസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ താഴെ ആരുണ്ട്? താഴെ 4 ഡിഗ്രി സെൽഷ്യസിൽ സേഫ് ആയിട്ട് വാട്ടർ ഉണ്ട്, അത് ഫ്രീസ് ഒന്നും ആയിട്ടില്ല. പക്ഷെ അതിൽ തന്നെ കുറച്ച് ഭാഗം ഫ്രീസ് ആയിട്ട് മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കുറച്ചെണ്ണം ഇങ്ങനെ സർക്കിൾ പോലെ അതിൻ്റെ ഉള്ളിൽ. അതായത് എങ്ങനെ ഉണ്ടാവാന്ന് വെച്ചാൽ, ഇപ്പൊ വാട്ടർ ആണെന്ന് ഇരിക്കും, വാട്ടറിന്റെ സർഫേസ് ആണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ഇത് രണ്ടും ലാൻഡ് ആണെന്ന് വിചാരിക്കുക, നടുക്ക് ഞാൻ വാട്ടർ ഉണ്ട്. അപ്പൊ വാട്ടറിന്റെ ഈ സർഫസ് ഉണ്ടല്ലോ, സർഫസിൽ എന്ത് ചെയ്യും? സർഫസിൽ അത് ഡെപ്പോസിറ്റ്, അതായത് അവിടെ വാട്ടർ ഡെൻസിറ്റി ഒക്കെ കുറഞ്ഞ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് എന്തായിരിക്കും? ഇവിടെ വാട്ടർ എന്തായിരിക്കും? 0 ഡിഗ്രി സെൽഷ്യസ് ഓർ ലെസ് ദാൻ 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ടെമ്പറേച്ചർ എന്താണ്? ടെമ്പറേച്ചർ ലെസ് ദാൻ 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ എന്ത് എടുക്കും? പക്ഷെ താഴെയാണെങ്കിലോ, താഴെ 4 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ അങ്ങനെ സുഖസുന്ദരമായി നിൽക്കും. അപ്പൊ എന്താ സംഭവിക്കുക? അവിടെ നല്ല സുഖമായിട്ട് വാട്ടറിലുള്ള ഓർഗാനിസം, മീനായിക്കോട്ടെ മറ്റു ജീവികളായിക്കോട്ടെ, വാട്ടറിന്റെ ഇടയിൽ നല്ല സുഖമായിട്ട് നിൽക്കും. കാരണം എന്താണ്? ഈ ഡെൻസിറ്റി കുറഞ്ഞ ആൾക്കാരൊക്കെ മുകളിൽ പോയി. അപ്പൊ താഴെ സേഫ് ആയിട്ട് ഡെൻസിറ്റി കൂടിയ 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ നല്ല സേഫ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്താണ്, തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ അടിയിലൊക്കെ ജീവികൾ നിൽക്കുന്നത്. ആ ഒരു ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഞാനതൊരു ഇംഗ്ലീഷ് നല്ല നൈസായിട്ട് പറഞ്ഞുതരാം. വെൻ വാട്ടർ ഈസ് കൂൾഡ് ഇറ്റ്സ് ഡെൻസിറ്റി ഇൻക്രീസസ്. വാട്ടർ കൂൾ ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഇങ്ങനെ കൂടി വരും. എത്ര വരെ? വെൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഗോസ് ബിലോ 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസിൽ മാക്സിമം ഡെൻസിറ്റി ആയി. ഡെൻസിറ്റി ഇങ്ങനെ താഴോട്ട് ടെമ്പറേച്ചർ കുറഞ്ഞ ഡെൻസിറ്റി കൂടി വന്നിട്ട് 4 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ നല്ല ഡെൻസിറ്റി ആയി. അപ്പൊ എന്ത് സംഭവിക്കും? 4 ഡിഗ്രി സെൽഷ്യസിൽ താഴോട്ട് പോകുമ്പോൾ ഡ്യൂ ടു അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ഇറ്റ്സ് വോളിയം ഇൻക്രീസസ് വൈൽ ഇറ്റ്സ് ഡെൻസിറ്റി ഡിക്രീസസ്. അതിന്റെ വോളിയം കൂടും. നമുക്കറിയാം ഐസ് ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? വാട്ടർ കുറച്ചുകൂടി ഫ്രീസ് ആയിട്ട് അത് നല്ല കട്ട പോലെ അതിന്റെ വോളിയം കൂടി വരും. വോളിയം കൂടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ താഴെ തന്നെ നിൽക്കുക. പക്ഷെ വോളിയം കൂടുന്നതിന്റെ കൂടെ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡെൻസിറ്റി ഡിക്രീസസ്. അപ്പൊ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വാട്ടർ ബിലോ 4 ഡിഗ്രി സെൽഷ്യസ് റൈസസ് ടു ദ സർഫേസ്, ഇറ്റ് ഫ്രീസസ് ആൻഡ് കവേഴ്സ് ദ സർഫേസ് ഓഫ് വാട്ടർ വിത്ത് ഐസ് വിച്ച് ഈസ് ലെസ് ഡെൻസ് ദാൻ വാട്ടർ. അങ്ങനെ ഡെൻസിറ്റി കുറഞ്ഞ ആൾക്കാർ വോളിയം കൂടിയിട്ട് വാട്ടറിന്റെ മുകളിൽ അങ്ങനെ ഒരു കവറിങ് പോലെ ഫ്രീസ് ചെയ്തിട്ട് അവിടെ നിൽക്കും. അപ്പൊ അതിന്റെ അടിയിലാണെങ്കിലോ ഐസ് ഒന്നുമല്ല, ഫ്രീസ് ആവാത്ത ഡെൻസിറ്റി കൂടിയ വാട്ടർ അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ അക്വാട്ടിക് ഓർഗാനിസംസ് ഒക്കെ വാട്ടറിന്റെ അടിയിൽ ഈ ഐസിന്റെ താഴെ ഒരു പ്രശ്നവും ഇല്ലാതെ നിൽക്കുന്നത്. ഞാൻ നേരത്തെ സ്ലൈഡിൽ ഞാൻ കണ്ടല്ലോ, പുള്ളിക്കാരി ഇങ്ങനെ ഇതിന്റെ മുകളിൽ എന്താണ് സ്കേറ്റിംഗ് കിടന്നത്, പക്ഷെ അതിന്റെ അടിയിൽ ലിക്വിഡ് ആയിട്ട് വാട്ടർ ഉണ്ട്. അവിടെ വേറെ പ്രശ്നമില്ല, തണുപ്പുണ്ട്. 4 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്താ സാറേ മുകളിൽ ഐസാണ്, അങ്ങനെ പിന്നെ വെള്ളത്തിന്റെ അടിയിൽ പോകുന്ന ആൾക്കാരൊക്കെ ഫ്രീസ് ചെയ്യുന്നത് പോലെ എന്താ തോന്നുന്നത്? കാരണം ഒന്നേ ഉള്ളൂ, താഴെ ടെമ്പറേച്ചർ നിങ്ങൾ നോക്കണം മക്കളെ, 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതൊക്കെ എത്ര തണുപ്പാ? നല്ല തണുപ്പ് തന്നെയാണ്. ഓക്കെ, നമ്മൾ നോർമൽ ഇപ്പൊ എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് നമ്മുടെ ജനറൽ ആയിട്ട് ടെമ്പറേച്ചർ. നമ്മുടെ റൂം ടെമ്പറേച്ചർ 27 to 29 അല്ലെങ്കിൽ 25 to 29 ആ ഒരു റേഞ്ചിലുണ്ടാവാം. 4 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ പറഞ്ഞാൽ നല്ല തണുപ്പാണ്. അപ്പൊ ഡെഫിനറ്റ്ലി അതിന്റെ അടിയിൽ ഇപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഫ്രീസ് ആവും. കാരണം എന്താണ്? നമ്മളിപ്പം വാട്ടർ അതിന്റെ ഉള്ളിൽ നമ്മൾ അതിന്റെ ആകെയുള്ള കവറിംഗ് ആണ് ഐസ്. അത് പൊട്ടിച്ചിട്ട് അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ എന്താണ്? ആ വാട്ടർ പിന്നെയും ഫ്രീസ് ആവാൻ തുടങ്ങും. പിന്നെയും ആ കവറിംഗ് അതിന്റെ മുകളിൽ വരും. അപ്പൊ അതിനിടയിൽ നമ്മളും കൂടി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളും ഫ്രീസ് ആയി പോകാനേ സാധ്യതയുള്ളൂ.
ഓക്കെ. പക്ഷെ അതിന്റെ അടിയിൽ ആ കവറിങ് ഉള്ളിടത്തോളം കാലം അതിനടിയിൽ അക്വാനിക് ഓർഗാനിസംസിന് പേടിക്കാനൊന്നുമില്ല. അവിടെ ടെമ്പറേച്ചർ 4°C തന്നെ നിൽക്കും. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത പ്രോപ്പർട്ടി സർഫസ് ടെൻഷൻ എന്ന്. നിങ്ങൾ ഈ ഒരു ജീവിയെ കണ്ടിട്ടുണ്ടാവും അല്ലെ? വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പോകുന്ന ഈ ഒരു ജീവിയെ നിങ്ങൾ പല സ്ഥലത്തും നമ്മുടെ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്ന ഈ ഒരു ജീവിയെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ കണ്ടോ, ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ടോ വെള്ളത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എന്താണ്, നമ്മളിപ്പോൾ ഒരു തുണി ഇങ്ങനെ നേരെ നല്ല ടൈറ്റ് ആയിട്ട് വലിച്ചു പിടിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു സാധനം ഇങ്ങനെ പ്രസ് ചെയ്ത് നിൽക്കില്ലേ? അതുപോലെയാണ് ഈ പുള്ളിക്കാരൻ. കണ്ടോ, പ്രസ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? അതിന്റെ കാലുകളും മുമ്പിലുള്ള കാലും പിന്നിലുള്ള കാലുകളൊക്കെ പ്രസ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടോ? എന്താണ്, ഒരു ലെയർ, ഒരു സർഫസിൽ പോയിട്ട് പുള്ളിക്കാരൻ നൈസായിട്ട് പോയി കിടക്കുന്ന പോലെ. പക്ഷെ സാധനം എന്താണ്, വെള്ളമാണ്. നിങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ കൈമുക്കിയാൽ താണു പോവും. പക്ഷെ ഈ ജീവിയൊക്കെ അങ്ങനെ സുഖമായിട്ട് പടർന്ന് അവിടെ പരന്ന് അവിടെ സുഖമായിട്ടിരിക്കുന്നതാണ്. എന്താ കാരണം? ഇതിന്റെ കാരണമാണ് സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ എന്താ മക്കളെ സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം എന്ന് പറഞ്ഞാല്? സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലിക്വിഡ് സർഫസ് ഉണ്ടല്ലോ, അതൊരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ ബിഹേവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്. അത് അങ്ങനെ നിൽക്കുമ്പോൾ എന്താ സമയത്ത് സർഫസ് ടെൻഷൻ ഉണ്ടാവും. അതായത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു കഷ്ണം തുണി തരുന്നു. ഓക്കെ. അപ്പൊ ഞാൻ അതിനിങ്ങനെ വലിച്ചു പിടിച്ചു. അതായത് നോർമലായിട്ട് തുണി വെക്കുമ്പോൾ നല്ല ചുളുങ്ങിയിട്ട് അവിടെ നിന്നോളൂ. പക്ഷെ അതിന് തുണിയെ വലിച്ചു പിടിച്ച് എന്താണ്, തുണിക്ക് ഒരു ടെൻഷൻ ഇടയിൽ നമ്മുടെ സ്ട്രെച്ചായി നിന്നൊരു നല്ല സ്ട്രെച്ചായി നിന്ന് ഈ സ്ട്രെച്ചായ സാധനത്തിന്റെ മുകളിൽ നമ്മളൊരു സാധനം വെച്ച് ചിലപ്പോൾ എന്താ ബൗൺസ് ചെയ്ത് നിൽക്കും. എന്താണ്, ഒരു ലെയർ ആയിട്ട് എന്ത് ചെയ്യും, അത് സ്ട്രെച്ച് ചെയ്ത് നിൽക്കും. എന്താണ്, എല്ലാ സൈഡിലേക്കും ഞാൻ നന്നായി സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യും, അതങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കും. അതുകൊണ്ടാണ് സ്ട്രെച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കുക, അതിങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് വലിഞ്ഞ് മുറുകി ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതിന്റെ മുകളിൽ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. ഇനി വലിഞ്ഞ് മുറുകില്ല, ഞാൻ ലൂസായിട്ടൊരു തുണി വെച്ചാൽ എന്ത് ചെയ്യും, അതിന്റെ മുകളിൽ ഒരു സാധനം ഇട്ടാൽ അത് ഒറ്റയടിക്ക് താഴോട്ടേക്ക് പോകും അല്ലെ? അതുപോലത്തെ ഒരു സംഭവമാണ് വാട്ടറിന്റെ മുകളിൽ. വാട്ടർ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് മെംബ്രെയിൻ പോലെ നിൽക്കും. അപ്പൊ ഈ സ്ട്രെച്ച് ചെയ്തിട്ടുള്ള സാധനത്തിന് ചില ആൾക്കാർ ഈ സർഫസ് ടെൻഷൻ ഉപയോഗിക്കും. അതാണ് ആ പ്രാണിയുടെ നമ്മൾ കണ്ടല്ലോ, ആ പ്രാണി സർഫസ് ടെൻഷൻ കണ്ടിട്ട് നേരെ പോയി ഡിം അവിടെ പോയിട്ട് ഒറ്റ കടത്തായിരിക്കും. എന്താണ്, ഓക്കെ ഇനി ഞാൻ ഇവിടെ കിടക്കാം. അതെന്താ ചെയ്യുന്നത്, അത് വാട്ടറിന്റെ ഈ സർഫസ് ടെൻഷൻ എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് വാട്ടർ ഇങ്ങനെ വലിച്ചു മുറിഞ്ഞ് നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ സൈഡിൽ ഒരു ചിത്രം കണ്ടു, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയുള്ള ഒരു ചിത്രമാണിത്. അപ്പം ഈ വൈറ്റ് എന്താണ്, ഈ സർക്കിളുകൾ ഉണ്ടല്ലോ, അത് ഉദ്ദേശിച്ച് വെച്ചാൽ ഓരോ വാട്ടർ മോളിക്യൂൾസ് ആണ്. അപ്പൊ വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ ഇതെല്ലാം വാട്ടർ മോളിക്യൂൾസ് ആണ്. അപ്പൊ ഒരു വാട്ടർ മോളിക്യൂൾ നടക്കിയതില്ല, ഈ ഒരു വാട്ടർ മോളിക്യൂൾ ഞാൻ എടുത്തു. അപ്പൊ ഈ ഒരു വാട്ടർ മോളിക്യൂൾ അതിന്റെ തൊട്ടടുത്തുള്ള മൂന്നോ അതിലധികം, ഇപ്പൊ ഇവിടെയൊക്കെ ഒരു വാട്ടർ മോളിക്യൂൾ അതുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടാവും. മുകളിലുള്ള, അതായത് വാട്ടറിന്റെ ഉള്ളിൽ, ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം, വേപ്പറുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അതായത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടർ മോളിക്യൂൾ വേപ്പർ സ്റ്റേറ്റിലുള്ള വാട്ടർ മോളിക്യൂളായിട്ട് ഒരു കണക്ഷൻ ഇല്ല. ആ ലിക്വിഡ് തന്നെയുള്ള വാട്ടർ മോളിക്യൂൾ, അതിന് ചുറ്റുമുള്ള എല്ലാ വാട്ടർ മോളിക്യൂളുമായിട്ടും എന്തുണ്ട്, ഒരു അട്രാക്ഷൻ ഉണ്ട്, ഒരു ടെൻഷൻ ഉണ്ട്. അവർ നമ്മൾ ഇങ്ങനെ വലിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു പോകുക. കാരണം എന്താ കാരണം, ഹൈഡ്രജൻ ബോണ്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിഞ്ഞ് മുറുകിയ പോലെ ഉണ്ടാവും. കണ്ടോ, സർഫസിൽ ഓരോ ആൾക്കാരും ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ടുണ്ട്. ഇയാൾ എടുത്ത് കഴിഞ്ഞാൽ ഇയാൾ ഉണ്ടാവും, ഇയാൾ ഇതാ ഇങ്ങോട്ടേക്ക് വലിക്കുന്നുണ്ട്, ഇത് ഇങ്ങോട്ടേക്ക് വലിക്കുന്നുണ്ട്, ഇയാൾ താഴോട്ടേക്ക്, സൈഡിൽ ഇയാൾ ഇങ്ങോട്ടോ ആരും ഇല്ല. അപ്പൊ ഇയാളെ ആരുടെ സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്കും. ഈ സൈഡിലുള്ള ആളെ കണ്ടോ, സൈഡിലുള്ള ആൾക്കാർ അങ്ങോട്ടും വലിക്കുന്നുണ്ട്, ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്, താഴോട്ട് വലിക്കുന്നുണ്ട്, താഴെയുള്ള ആൾക്കാർ മുകളിലോട്ടും വലിക്കുന്നുണ്ട്. ചാറ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് പുള്ളിക്കാരെ സ്ട്രെച്ചായി നിൽക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, ഈ സൈഡ് കണ്ടോ, സൈഡിലുള്ള ആളെ നമ്മുടെ താഴോട്ട് വലിക്കുക. നിങ്ങളിതാ ഇങ്ങനെയുള്ളൊരു സംഭവമാണ്. ഇവിടെ ഒരു കയർ കെട്ടിയിട്ടുണ്ട്, രണ്ട് സൈഡിൽ നിന്ന് വലിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇത് ഇങ്ങനെ സ്ട്രെച്ച് ആയിട്ട് നിൽക്കുമല്ലോ. അത് തന്നെ ഇവിടെ സംഭവിക്കും. സൈഡിലുള്ള വാട്ടർ മോളിക്യൂൾ എല്ലാം കൂടി സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവും, ഈ സർഫസ് എന്ത് ചെയ്യും, നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള ഒരു ഫിലിം പോലെ അവിടെ നിൽക്കും. നടുവിലുള്ള ആളെങ്കിലും, നടുവിലൊക്കെ വേറെ പ്രശ്നമൊന്നുമില്ല, അയാളുടെ ചുറ്റുമുള്ള എല്ലാവരുമായിട്ടും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഓരോ ആൾക്കാരും ഈ സ്ട്രെച്ചിങ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ നിൽക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഒരു ടെൻഷൻ അവിടെ ഉണ്ടാവും, ആ ഒരു ഫിലിമിൽ ഒരു ടെൻഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ സർഫസ് ടെൻഷന്റെ കാണിക്കാൻ വേണ്ടി നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെയുള്ള ഒരു കൊടുത്തൊരു എക്സ്പെരിമെന്റ് ആണ്. അതെന്താണ്, നമ്മളൊരു സോപ്പിന്റെ ബബിൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു നൂല് വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ്. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ് വീഡിയോ കണ്ടാലോ, ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു സാധനം വെച്ചിട്ട് നമ്മുടെ സോപ്പിനെ നമ്മൾ ബബിൾ ആക്കാൻ വേണ്ടിയുള്ള ഒരു സാധനം, അതിങ്ങനെ സോപ്പ് നമ്മളിങ്ങനെ നിറച്ചു, സോപ്പ് ഇങ്ങനെ മിക്സ് ചെയ്ത് വാട്ടർ പോയിട്ട് നമ്മൾ ചെയ്തു. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു കഷ്ണം നൂലിങ്ങനെ വെക്കുവാണേ. കണ്ടോ, ഒരു നൂല് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചു. നൂല് അതിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ വേറെ കല്ലങ്ങാരിട്ട് അതിൻ്റെ ഉള്ളിലൂടെ അങ്ങ് താഴോട്ട് പോകും. നൂലായതുകൊണ്ട് പ്രശ്നമില്ല, അതിന്റെ മുകളിൽ അങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് അവിടെ നിന്നോളൂ, പ്രശ്നമില്ല. അപ്പൊ എന്ത് ചെയ്യും, നൂലിലുള്ള ഓരോ ഡോട്ട് ഉണ്ടല്ലോ, ഇവിടെ ചെയ്ത കാര്യം എന്താണെന്ന് മനസ്സിലായോ, ഞാൻ ഇതൊന്നും കൂടി ഇത് കാണിച്ചു തരാം. ഇവിടെ ചെയ്തെന്താണ്, ഇവിടെ ഈ നൂലിന്റെ ഓരോ പോർഷനിൽ ഓരോ ഹോൾസ് ഉണ്ടാക്കിയാണ്ടോ. അപ്പൊ എന്താ ചെയ്തത്, ഞാനത് ആ ഒരു പോർഷൻ തൊട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. എന്താ ചെയ്തത്, നൂലിന്റെ ഈ ഒരു പോർഷൻ കണ്ടോ, ഓരോ തുളകൾ ഉണ്ടല്ലോ, അവിടെ കൊണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ എന്തായി, ക്ലിക്ക് ചെയ്താൽ അവിടെ ഒന്ന് പ്രസ് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി,
അവിടെയൊക്കെ ഒരു ഡോട്ട് ഡോട്ട് പോലെ വന്നു. ആ ഒരു പോർഷൻ മാത്രം കവർ ചെയ്തു. പക്ഷെ ചുറ്റുമുള്ള ഒറ്റ ഒരു ഫിലിമും ബ്രേക്ക് ചെയ്യില്ല. ആ സോപ്പിന്റെ ബബിളിന്റെ വേറെ ഒരു പോർഷനും ബ്രേക്ക് ചെയ്യില്ല. പക്ഷെ ആ ഒരു പോർഷൻ മാത്രം ഇങ്ങനെ ഗ്യാപ്പ് ഉള്ള പോലെ വന്നിട്ട് നിൽക്കുന്നുണ്ട്. ബാക്കി പോർഷൻ പഴയതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ കാരണം നമ്മുടെ സർഫസ് ടെൻഷൻ. കണ്ടോ, ആ ഒരു നൂലങ്ങ് നമ്മുടെ മാറ്റിയപ്പോൾ എന്തായി? ആ പരിപാടി അവിടെ നിന്നു. അപ്പൊ ഇതിന് കാരണം എന്താണ്? ഇതിന് കാരണം നമ്മുടെ സർഫസ് ടെൻഷനാണ്. എന്താണ്? സ്ട്രെച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു ലെയറാണ്. അപ്പൊ ഈ ലെയറിലോട്ട് നമ്മളൊരു സാധനം ഇട്ടു, ഒരു നൂലിട്ടു. അപ്പൊ ഈ നൂലിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ പോർഷൻസ് ഉണ്ടല്ലോ, ആ ഒരു പോർഷൻസ് എന്താണ്? പുറമേയുള്ള സർഫസുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്തു. അപ്പൊ എന്താ? ആ സർഫസിലെ ആ സംഭവങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തു. കണ്ടോ, ഈ ഒരു പോർഷൻ നമ്മൾ ബ്രേക്ക് ചെയ്തു. പക്ഷെ ബാക്കി പോർഷൻ അപ്പോഴും സർഫസ് നിൽക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. കാരണം ഇവിടെ ഒരു ക്ലോസ് ആയിട്ടുള്ള പോർഷനാണ്. ബാക്കി പോർഷൻ പഴയതുപോലെ തന്നെ വെലിഞ്ഞ് മുറുകി അവിടെ നിൽക്കും. കാരണം എന്താണ്? സർഫസ് ടെൻഷൻ കൊണ്ടാണ്. പക്ഷെ ഇതിന് നടുവിലുള്ള സർഫസ് ടെൻഷൻ നമ്മൾ ബ്രേക്ക് ചെയ്തു. അതുകൊണ്ടാണ് ആ ഒരു പോർഷൻ മാത്രം എന്താണ്? ഒഴിഞ്ഞ രീതിയിൽ വന്നത്. പക്ഷെ ചുറ്റുമുള്ളൊക്കെ അങ്ങനെ തന്നെ സ്ട്രെച്ച് ചെയ്തിട്ട് അവിടെ നിൽക്കും. ഓക്കെ. ഇനി ഇതുപോലെ വേറൊരു കുരുക്കുണ്ടെങ്കിലും അവിടെയും നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്തു? ഒരു ഡോട്ട് ക്ലിക്ക് ചെയ്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഒരു പോർഷൻ മാത്രം നിൽക്കും. ചുറ്റുപാട് എന്ത് ചെയ്യും? വെലിഞ്ഞിട്ട് അവിടെ നിൽക്കും. ആ ഒരു പോർഷനിലുള്ള ആ ഒരു സർഫസ് ടെൻഷൻ മൊത്തം ബ്രേക്കായി. പക്ഷെ ചുറ്റുമുള്ള സർഫസ് ടെൻഷൻ അതുപോലെ തന്നെ വെലിഞ്ഞു മുറുകി നിൽക്കുന്നതുകൊണ്ടാണ് ബാക്കി പോർഷൻ ഒരു തരത്തിലും എഫക്ട് ചെയ്യാത്തത്. ഓക്കെ. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ കൂടി തരാം. ഈ അതിരാവിലെ ഈ മഞ്ഞുള്ള സമയത്തോ അല്ലാതെ ഒക്കെ നമ്മളിങ്ങനെ ചെടികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ വെള്ളത്തിന്റെ തുള്ളികൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. വെള്ളത്തിന്റെ തുള്ളികൾ എങ്ങനെയാ മക്കൾ നിൽക്കുക? ഈ ഒരു ചിത്രത്തിൽ കണ്ട പോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നിൽക്കുക അല്ലേ? റൗണ്ട് ഷേപ്പിലാണ് ഡ്യൂ ഡ്രോപ്സ് എന്ന് പറയും. റൗണ്ട് ഷേപ്പിലാണ്, റൗണ്ടോ ആ ഒരു സ്പെറിക്കൽ ഷേപ്പിൽ അവിടെ നിൽക്കുന്നുണ്ടോ? കാരണം എന്താണ്? ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് അവർക്ക് നിൽക്കാൻ പറ്റും എങ്ങനെയാണ്? സ്ഫെറിക്കൽ ഷേപ്പിലാണ്. ഓക്കെ. അതായത് എന്താണ്? സർഫസ് ടെൻഷൻ ഇങ്ങനെ വലിഞ്ഞു മുറുകി നിൽക്കുക. അപ്പം വലിഞ്ഞ് നിൽക്കുമ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ കണ്ടു. ഈ ഒരു ഷേപ്പിലുള്ള ഒരു പാത്രം എടുത്തപ്പോൾ എന്താണ്? സൈഡിലോട്ടേക്ക് ഇങ്ങനെ വലിയുന്നു എന്ന് ഞാൻ കാണിച്ചു അല്ലേ? ഇനി ഷേപ്പുള്ള പാത്രമൊന്നും എടുത്തില്ല. ഞാൻ ചുമ്മാ വെള്ളം എടുത്തിട്ട് ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിക്കും അല്ലേ? ഇങ്ങിന്ന് വലിക്കും. എല്ലാ സൈഡിൽ നിന്നും വലിച്ച് അവർ എന്ത് ഷേപ്പിൽ നിൽക്കും? അവർ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഫെറിക്കൽ ഷേപ്പിൽ നിൽക്കും. എന്താണ്? സർഫസ് ഏരിയ ഒക്കെ കുറഞ്ഞിട്ട് മാക്സിമം അവർ വലിഞ്ഞു മുറുകി നിൽക്കാൻ നോക്കുക. അപ്പൊ എല്ലാ സൈഡിൽ നിന്നും ഒരുപോലെ വലിഞ്ഞ് എന്തുണ്ടാവും? അവർ ഏറ്റവും സർഫസ് ഏരിയ, ആ സർഫസ് ഒക്യുപ്പൈ ചെയ്യുന്ന ആ ഏരിയ ഉണ്ടല്ലോ, ഈ ചെറിയൊരു പോർഷൻ മാത്രം ഒക്യുപ്പൈ ചെയ്യും. അത് മിനിമൈസ് ചെയ്തിട്ട് അവർ പരമാവധി സ്ട്രെച്ച് ചെയ്തിട്ട് നിൽക്കുന്ന ആ ഒരു ഷേപ്പാണ് നമ്മുടെ സ്ഫെറിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സർഫസ് ടെൻഷൻ ആക്ട്സ് ഇൻ സച്ച് എ വേ ടു റെഡ്യൂസ് ദ സർഫസ് ഏരിയ ഓഫ് എ ലിക്വിഡ്. സർഫസ് ഏരിയ കുറക്കാൻ വേണ്ടി നോക്കും. ഫോർ ദ ഡെഫിനിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് സർഫസ് ഏരിയ ഇസ് മിനിമം ഫോർ സ്ഫെറിക്കൽ ഷേപ്പ്. സ്ഫെറിക്കൽ ഷേപ്പിന് സർഫസ് ഏരിയ മിനിമം ആയതുകൊണ്ടാണ് എന്താണ്? സർഫസ് ഏരിയ പരമാവധി മിനിമൈസ് ചെയ്യാൻ ലിക്വിഡ് നോക്കും. അതുകൊണ്ടാണ് സ്ഫെറിക്കൽ ഷേപ്പിൽ നമ്മൾ വാട്ടറൊക്കെ ഡ്രോപ്സ്, ഈ വെള്ളം വീഴുന്ന മഴത്തുള്ളി വീഴുന്ന സ്ഫെറിക്കൽ ആയിട്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അത് സർഫസ് എയറിൽ ഉണ്ടാവുന്ന എയറിന്റെ ഫ്രിക്ഷനൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അതൊരു സ്ട്രീം ലൈൻ ഫ്ലോ ആയിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷെ എങ്ങനെയാണ്? വരുമ്പോൾ പുള്ളിക്കാരൻ സ്ഫെറിക്കൽ ഷേപ്പിലാണ് വരുന്നത്. പക്ഷെ ചുറ്റുമുള്ള എയറിന്റെ ഫ്രിക്ഷനൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്തത്? സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു സ്ട്രീം ആയിട്ട് നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. ഓക്കെ. അപ്പൊ സർഫസ് ടെൻഷന്റെ കാര്യങ്ങളൊക്കെ അതാണ്. പക്ഷെ സർഫസ് ടെൻഷന്റെ വേറൊരു ആപ്ലിക്കേഷൻ എന്താണ്? നമ്മളിപ്പോൾ സോപ്പ് ഇട്ട് കഴുകുന്നത്. നമ്മൾ വെള്ളത്തിൽ സാധാരണ തുണിയൊക്കെ കഴുകുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? അഴുക്കൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോവില്ല. പോകുമെന്ന് വെച്ചാൽ പോകും, പക്ഷെ അധികം ഒന്നും പോവില്ല. അപ്പൊ പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സോപ്പ് ആഡ് ചെയ്യുന്നു. സോപ്പ് എന്താ ചെയ്യുന്നത്? സോപ്പ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ വാട്ടറിന്റെ സർഫസ് ടെൻഷൻ കുറക്കും. സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ട് എന്താണ്? വാട്ടർ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക. ഈ തുണിയുടെ ഇടയിലൊക്കെ ഇങ്ങനെ കുഞ്ഞു തുണി നമ്മൾ പരസ്യത്തിൽ കണ്ടിട്ടുണ്ട്. തുണിയുടെ ഇങ്ങനെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? ഈ ഗ്യാപ്പിന്റെ ഇടയിലൊന്നും വാട്ടർ പോകില്ല. വാട്ടർ എന്താണ്? ഈ ഗ്യാപ്പിന്റെ ഇടയിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കും. നമ്മൾ നേരത്തെ ഇപ്പം സോപ്പിന്റെ എക്സാമ്പിൾ ആണപ്പോൾ നമ്മൾ കണ്ടില്ലേ? എന്താ? ഒരു ബബിളിന്റെ എടുത്തപ്പം വാട്ടർ എടുത്ത് കഴിഞ്ഞ് ഈ ഗ്യാപ്പിന്റെ മുകളിലൊക്കെ സ്ട്രെച്ച് ചെയ്ത് അങ്ങനെ നിൽക്കുക. അല്ലാണ്ട് അതിനിടയിൽ പോയിട്ട് ആ അഴുക്കിനൊക്കെ നീക്കിയിട്ട് അതങ്ങ് ഒഴുകിപ്പോവോ? ഇല്ല. അതങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോപ്പ് ആഡ് ചെയ്യുന്നത്. സോപ്പ് എന്ത് ചെയ്യും? സോപ്പ് വാട്ടറിന്റെ സർഫസ് ടെൻഷൻ കംപ്ലീറ്റ് അങ്ങ് ബ്രേക്ക് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? സോപ്പ് സകലമാന ഗ്യാപ്പിലൂടെയും പോയിട്ട് എല്ലാ അഴുക്കിനൊക്കെ നീക്കി ചെയ്തിട്ട് വാട്ടർ പെട്ടെന്ന് അങ്ങനെ ഒഴുകി പോകാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ അഴുക്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് സോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അഴുക്കൊക്കെ സോപ്പിന്റെ കൂടെ അങ്ങനെ ഒഴുകി പോകുന്നത്. അതിന്റെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ സോപ്പ് ആഡ് ചെയ്ത് വാഷ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാരണം എന്താണ്? അത് വാട്ടറിന്റെ സർഫസ് ടെൻഷൻ കുറച്ചിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ സഹായിക്കും. എങ്ങനെ? ഈ സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ വാട്ടർ ഇങ്ങനെ എല്ലാ മുക്കിലും മൂലയിലും പോയിട്ട് അഴുക്കിനെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. സർഫസ് ടെൻഷൻ കുറച്ച് എന്ത് ചെയ്യും? വാട്ടർ സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്തിട്ട് എല്ലാ മുക്കിലും മൂലയിലും പോയിട്ട് സോപ്പിന്റെ കൂടെ ചേർന്നിട്ട് അഴുക്കിനൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും, ഒഴുക്കി കളയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു കാര്യം ക്ലിയർ ആയല്ലോ? ഓക്കെ. അതിന്റെ എക്സാമ്പിൾ പല സർഫസ് ടെൻഷന്റെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി ഇപ്പം ഫൈബേഴ്സ് ഓഫ് ബ്രഷ് സ്റ്റിക്സ് ടുഗദർ വെൻ ഡിപ്ഡ് ഇൻ വാട്ടർ. നമ്മൾ സാധാരണ ബ്രഷോ പേസ്റ്റോ എന്തോ എടുത്തോ, അല്ല ബ്രഷ് പേസ്റ്റ് എന്ന് പറയുന്നത് ബ്രഷോ പെയിന്റ് ബ്രഷോ അല്ലെ സാധാരണ പല്ല് തേക്കുന്ന ബ്രഷോ അല്ലെ എന്ത് തരത്തിലുള്ള ബ്രഷ് എടുത്തോ, നമ്മൾ പെയിന്റ് അടിക്കുന്ന ബ്രഷ് തന്നെ എടുക്കാം. പെയിന്റ് അടിക്കുന്ന ബ്രഷൊക്കെ നിങ്ങൾ ചുമ്മാ പെയിന്റിലൊക്കെ മുക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ കാണാറുണ്ട്? അതിന്റെ എല്ലാ എൻഡ് മൊത്തം ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുന്നുണ്ടാവും. കാരണം എന്താണ്? നമ്മൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? വാട്ടറാണ്. നമ്മൾ വെള്ളത്തിലോ പെയിന്റിലോ മുക്കുമ്പോൾ എന്താണ്? ഒരു ലിക്വിഡാണ്.
എന്താ സംഭവിക്കുന്നത്? ആ ലിക്വിഡ് മൊത്തത്തിൽ നമ്മുടെ ബ്രഷിന്റെ ഒക്കെ എൻഡിനെയൊക്കെ കവർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അവർ മൊത്തത്തിൽ വലിഞ്ഞു മുറുകി അവിടെ നിൽക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരു ചരട് പോലെ, നമ്മളിപ്പം ബ്രഷ്, ഒരു സാധാരണ ബ്രഷ് എടുത്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവം? ബ്രഷിൽ ഇങ്ങനെ കുറേ നാരുമാരുകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് അവരെ ഒരു ലിക്വിഡ് വാട്ടറിലോ പെയിന്റിലോ ഒന്ന് മുക്ക് ചെയ്തു. അപ്പൊ മുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? മുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതെല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ച് ചറപറാന്ന് പറഞ്ഞിട്ട് ഒന്നിച്ച് പറ്റി നിൽക്കും. കാരണം എന്താണ്? ആ ലിക്വിഡ്, അല്ല വാട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് പെയിന്റ് തന്നെ എടുത്തോളൂ. അപ്പൊ എന്താ സംഭവിക്കുക? അവരെല്ലാരും കൂടി ആ ലിക്വിഡ്സ് ഒക്കെ എന്ത് ചെയ്യും? തമ്മിൽ ബൈൻഡ് ചെയ്തിട്ട് അവരിങ്ങനെ ഒരു സ്ട്രെച്ച് ആയിട്ട് ഫിലിം പോലെ വയ്ക്കും. അപ്പൊ അവർ സ്ട്രെച്ച് ആയിട്ട് എന്ത് ചെയ്യും? തമ്മിലുള്ള എല്ലാറ്റിനെയും ബൈൻഡ് ചെയ്ത് സ്ട്രെച്ച് ആയിട്ട് അങ്ങനെ ഒന്നിച്ച് അവിടെ നിൽക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പെയിന്റ് ചെയ്യുമ്പോൾ അവർ കണ്ടു ചിലപ്പോൾ എന്ത് ചെയ്യും? ഒന്നിച്ച് നിൽക്കുന്നതിനെ ജസ്റ്റ് ഒന്നുകൂടി ആ ബ്രഷ് ആ പെയിന്റിന്റെ ബോക്സിൽ തുടങ്ങി ഒന്ന് സ്പ്രെഡ് ആയതിനു ശേഷം മാത്രമാണ് പെയിന്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ എന്താണ്? ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. ഇത് അവിടെ മാത്രമല്ല, നിങ്ങൾ കുളിച്ചു കഴിഞ്ഞിട്ട് നോക്കിയേ, കുളിച്ചപ്പോൾ തന്നെ നിങ്ങൾ കുളിക്കുന്നതിന് മുടി അങ്ങ് പറന്ന് പന്തലിച്ച് നിൽക്കും. പക്ഷെ കുളിച്ചു കഴിഞ്ഞാൽ മുടിയൊക്കെ ഇങ്ങനെ പറ്റി അവിടെ അങ്ങനെ നിൽക്കും. എന്താ കാരണം? അവിടെയും സർഫസ് ടെൻഷൻ കൊണ്ട് എന്താണ് ആ ലെയർ സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മുടെ ഹെയർ, കുഞ്ഞു ഹെയർ, ഓരോ മുടിനാരുകളെ എന്താണ് തമ്മിൽ ഒന്നിപ്പിച്ചിട്ട് അവിടെ പറ്റിച്ച് അവിടെ നിൽക്കും. പക്ഷെ ഡ്രൈ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും പിന്നെയും പഴയതുപോലെ തന്നെ മുടി അങ്ങും ഇങ്ങും ഓടി നടന്നോളും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾ ഈ പുസ്തകങ്ങളൊക്കെ നനഞ്ഞ് മഴയൊക്കെ കൊണ്ട്, ഇപ്പൊ മഴക്കാലത്തൊക്കെ നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പോയി ബാഗിലൊക്കെ ബുക്കൊക്കെ വെച്ച് അറിയാതെ ഇങ്ങനെ ബുക്ക് ഇങ്ങനെ നനഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? പേജുകളൊക്കെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ടാവും. സെപ്പറേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ കീറി പോകാൻ ചാൻസ് ഉണ്ട്. എന്താ കാരണം? പക്ഷെ ഡ്രൈ ആയി കഴിഞ്ഞാൽ പ്രശ്നമില്ല, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. പക്ഷെ നനഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ഒന്നിച്ചിരിക്കും. അവിടെ എന്താ കാരണം? സർഫസ് ടെൻഷൻ കാരണം ആ വാട്ടർ എന്ത് ചെയ്യും? വാട്ടറോ എന്ത് ലിക്വിഡോ ആയിക്കോട്ടെ, അതെന്ത് ചെയ്യും? അതിനിങ്ങനെ പറ്റിപ്പിടിപ്പിച്ച് നിൽക്കും. എന്താ കാരണം? ആ ലെയർ സ്ട്രെച്ച് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യുന്ന പോലെ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. ആ സർഫസ് ടെൻഷൻ കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ ഡിസ്കസ്? 4 പ്രോപ്പർട്ടീസ് നമ്മൾ എന്താണ്? ആദ്യം ബോയിലിംഗ് പോയിന്റ് ഡിസ്കസ് ചെയ്തു, ഹീറ്റ് കപ്പാസിറ്റി ഡിസ്കസ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? പിന്നെ നമ്മൾ ഫ്രീസിംഗ് പോയിന്റ് എന്നൊരു ഐഡിയ ഡിസ്കസ് ചെയ്തു. അവസാനം നമ്മൾ സർഫസ് ടെൻഷൻ കൂടി ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഓരോ ആൾക്കാരും എങ്ങനെയൊക്കെ വാട്ടറിന്റെ പ്രോപ്പർട്ടി ബന്ധം, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും അതിന്റെ കെമിക്കലി വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. എല്ലാവരെയും നമുക്ക് ഒബ്സർവ്, അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാത്രം ഞാൻ ഡിസ്കസ് ചെയ്തു കേട്ടോ. കെമിക്കലി ഇവർ തമ്മിൽ വലിയ, കെമിക്കൽ എന്ന് പറയുന്നത് നമ്മൾ അവിടെ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ വേണം. ഇവിടെ എന്താ റിയാക്ഷൻസ് വേണം? ഒന്നുമില്ല. ചുമ്മാ ഹീറ്റ് ആക്കുന്നത്, തണുപ്പിക്കുന്നത്. സർഫസ് ടെൻഷൻ എന്ന് വെച്ചാൽ ചുമ്മാ അവിടെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ വാട്ടറിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇത് നമ്മൾ ഫിസിക്കലി വാട്ടറിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ വേറെ, വാട്ടറിന്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ വേറെ, അത് വേറെ. നമ്മൾ മെറ്റലിന്റെ കാര്യത്തിൽ പറഞ്ഞു, മെറ്റലും വാട്ടറും കൂടി റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഒക്കെ റിലീസ് ചെയ്യുന്നു. എന്താണ്? അതൊക്കെ വാട്ടറിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ബോയിലിംഗ് പോയിന്റ് നമ്മൾ പറഞ്ഞു. എന്താ ബോയിലിംഗ് പോയിന്റ്? ഒരു നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ് ആണെങ്കിലോ, ഒരു നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ഒരു ലിക്വിഡ് സോളിഡിഫൈ ആവുന്ന ആ ഒരു ടെമ്പറേച്ചർ ഫ്രീസിംഗ് പോയിന്റ്. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് നമ്മൾ കണ്ടു 100 ആണ്. ഫ്രീസിംഗ് പോയിന്റ് എന്താണ്? 0 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ചു. എന്താ ഹീറ്റ് കപ്പാസിറ്റി? അതായത് ഒരു സബ്സ്റ്റൻസിന്റെ ഹീറ്റ് ചെയ്യാൻ, നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഹീറ്റ് ഉണ്ടല്ലോ, അതാണ് അതിന്റെ ഹീറ്റ് കപ്പാസിറ്റി. വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റി ഒരുപാട് കൂടുതലാണ്. അതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ വാട്ടർ റേഡിയേറ്റർ ഉപയോഗിക്കുന്നു. ഹീറ്റ്, അതായത് കടൽക്കാറ്റ്, കരക്കാറ്റ്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാം, ഭൂമിയുടെ മൊത്തത്തിലുള്ള ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണ്. സർഫസ് ടെൻഷൻ എന്താണ്? വാട്ടർ ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യും. എന്താ കാരണം? വാട്ടറിലുള്ള, ലിക്വിഡ് വാട്ടറിലുള്ള വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള സ്ട്രെച്ച് ചെയ്യുന്ന പോലത്തെ ആ ഒരു എല്ലാ സൈഡിൽ നിന്നുള്ള ഇന്ററാക്ഷൻ കൊണ്ടാണ് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നത്. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുമ്പോൾ ലിക്വിഡ് അതിന്റെ സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യാൻ നോക്കും. അപ്പോൾ മിനിമം സർഫസ് ഏരിയ ഉണ്ടാക്കാൻ വേണ്ടി അത് സ്ഫെറിക്കൽ ഷേപ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഡ്യൂ ഡ്രോപ്സ് സ്ഫെറിക്കലായിട്ട് കാണുന്നത്. അതുപോലെ നമ്മൾ റെയിൻ ഡ്രോപ്സ് സ്ഫെറിക്കലായിട്ടാണ് വരുന്നത്. അങ്ങനെ സ്ഫെറിക്കലായിട്ട് വാട്ടർ ഡ്രോപ്സ് കാണുന്നതിന് കാരണം എന്താണ്? സർഫസ് ടെൻഷൻ എന്താണ് ഉള്ളത് കൊണ്ടുള്ള ആ ഒരു പ്രോപ്പർട്ടിയാണ്. അതിന്റെ സർഫസ് ഏരിയ മിനിമൈസ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് കൂടി കണ്ടു. അപ്പോൾ വാട്ടറിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ പ്രോപ്പർട്ടീസ് ഒക്കെ ക്ലിയർ ആയല്ലോ. ഇനി എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഒന്നുകൂടി തിരിച്ചു പോവാ, ഡൗട്ടുള്ള പോർഷൻ മാത്രം കാണും. പിന്നെ ഇതിന്റെ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ വെറുതെ 1x സ്പീഡിലൊക്കെ സ്ലോ മോഷനിൽ കാണുന്ന ഒരു നിർബന്ധമില്ല. ഇഷ്ടമുള്ള സ്പീഡിൽ ഇട്ടുണ്ടോ. എന്റെ ഒരു സജഷൻ തന്നെ ഞാൻ പറയാം, 1.5x അല്ലെങ്കിൽ 1.75x സ്പീഡിലൊക്കെ ഇട്ടിട്ട് കണ്ടോ. കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. ഞാൻ കുറെ കഥയൊക്കെ പറഞ്ഞു പോകുന്നല്ലേ, അല്ലെ സ്കിപ്പ് അടിച്ചിട്ട് കാണുന്നത്, അങ്ങനെ കണ്ടോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോർഷൻസ് വേണമെങ്കിൽ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ അത്രയൊക്കെയുള്ളൂ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാൻ. വിത്ത് ദിസ് ഐ കൺക്ലൂഡ് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. Manorama Horizon, learning made simple.